അതായത് ഒരിക്കലും വിലമതിക്കുവാൻ സാധിക്കാത്ത ഒരു സംഭവത്തെ നമ്മൾ നിധി എന്ന് പറയുന്നത്. അതിന് വില എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റില്ല. എന്താണ് നിധിക്ക് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന മൂല്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നിധി. അതിനൊരു മൂല്യമില്ല. അതായത് കണക്കാക്കാൻ പറ്റുന്ന ഒരു മൂല്യമല്ല അത്. അതിനെയാണ് നമ്മൾ ട്രഷർ അല്ലെങ്കിൽ നിധി എന്ന് പറയുന്നത്. 2024 ഹാപ്പി പാർക്കിന്റെ പ്ലാറ്റ്ഫോമിൽ തുടങ്ങിയ അതിശക്തമായ ഒരു കോഴ്സാണ് ട്രഷർ. ഒരു സൈലന്റ് വിപ്ലവമായി കേരളക്കരയാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ചലനമായി ഇന്നത് മാറിയിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. 2024 അതിൽ പങ്കെടുത്ത ഫസ്റ്റ് ബാച്ചിലെ ആളുകൾ അതിന്റെ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ ഉള്ളിലുള്ള മാറ്റത്തെ, അതിന്റെ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടി ദുബായിലെ ബുർജ് ഖലീഫയിൽ കയറി അതിന്റെ ഉള്ളിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഫോട്ടോ ദുബായിൽ വെച്ച്, അബുദാബിയിൽ വെച്ച് ഒരു പ്രോഗ്രാമിൽ ട്രഷറിന്റെ ആളുകൾക്ക് നൽകിയ ഒരു സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്ത ഒരു ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ട്രഷർ ഈ രൂപത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നതുമായി നമ്മൾ അല്പകാര്യം ശ്രദ്ധിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ല എന്താണ് ജീവിതത്തിൽ പരാജയപ്പെടുവാനുള്ള റീസൺ. നമുക്കറിയാം, ലോകത്തെ ഏറ്റവും വലിയ ശക്തരായ ആളുകളാണ് ആഫ്രിക്കക്കാർ. അവരുടെ മസിലുകളുടെ അല്ലെങ്കിൽ അവരുടെ മസിൽ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അവരുടെ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരിക്കൽ ഞാൻ ഇതേപോലെ ഒരു അജ്മാനിൽ നിന്ന് ഒരു ആഫ്രിക്കൻ പൗരനെ പരിചയപ്പെട്ടു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് ആളുകൾ എവിടുന്നോ ഓടി വരുന്നതായിട്ട് കണ്ടു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോയി. അപ്പോ അവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയാ കൈക്കരുത്ത് ശക്തമായിരുന്നു. കൈകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിരലങ്ങ് പോകുമെന്ന് വിചാരിക്കും. അത്രയും കരുത്തരായിരുന്നു. എനിക്കൊരു ഫോൺ വരികയും അവിടെ നിന്ന് അവരുടെ കൂട്ടത്തിൽ ഞാൻ രക്ഷപ്പെട്ട് എൻ്റെ റൂമിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ അവിടെ റൂമിലെത്തിയപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, അവർ സൂക്ഷിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. യെസ്, ഞാൻ അതല്ല വിഷയം. ഞാൻ പറയുന്നത്, ഇത്രയൊക്കെ കരുത്തുണ്ടായിട്ടും ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്, സ്വർണം ഖനനം ചെയ്യുന്നത് അവരുടെ രാജ്യത്തിൽ നിന്നായിട്ടും എന്തേ ഇവർ അടിമകളെ പോലെയായി? എന്തേ ഇവർക്ക് ഇവരുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണം പോലും എടുത്ത് ഖനനം ചെയ്ത് കോടീശ്വരന്മാരാവാൻ സാധിച്ചില്ല? എന്തേ ഇവരുടെ കൈക്കരുത്ത് ഇവർക്ക് ഗുണം ചെയ്തില്ല? അതുപോലെ തന്നെ നമുക്കറിയാം, ചില പാകിസ്ഥാനി പൗരന്മാരൊക്കെ കാണുമ്പോൾ വിദേശ രാജ്യത്തൊക്കെ പോകുമ്പോൾ നമ്മളെ തോളിലേറ്റി അങ്ങ് പോകും. അത്രയും കരുത്ത. ഹിമാലയത്തിൽ എന്താ പറയാ, മുകളിലോട്ട് കയറാൻ വേണ്ടി ഇപ്പോഴും എത്രയോ ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ആളുകളെ ചുമരിൽ കയറ്റിക്കൊണ്ട് മുകളിലോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് അത്രയൊക്കെ കരുത്തുണ്ടായിട്ടും അവർക്ക് വിജയിക്കുവാൻ സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരുപക്ഷെ ഞാൻ ഈ പറയുമ്പോൾ നമ്മുടെ ലൈഫിലും നമ്മൾ വിജയിക്കുവാതിരിക്കുവാനുള്ള കാരണം ഇത് രണ്ടും ഏകദേശം ഒരുപോലെയായിരിക്കും. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ജീവിക്കുവാൻ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രം മുമ്പിൽ ഇല്ലാത്ത ഒരാൾ തന്റെ ബേസിക് ആയിട്ടുള്ള തീറ്റ, കുടി, പാർപ്പിടം, ഈ 3 കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എനിക്ക് അന്നന്നത്തെ എന്താ പറയാ ഭക്ഷിക്കാൻ കിട്ടിയാൽ മതി, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയാൽ മതി, എനിക്ക് പാർക്കുവാൻ ഒരു കൂര മതി, അതിലപ്പുറമൊന്നും വേണ്ട എന്ന രൂപത്തിൽ തങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു വ്യക്തി, ജീവിതത്തിന്റെ പുരോഗതിക്ക് വേണ്ടി കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രം ഇല്ലാത്തൊരു വ്യക്തി മറ്റുള്ളവരുടെ അടിമയായിരിക്കും. ഒരു സംശയമില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ ചില ആളുകൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ഒരു എഫേർട്ട് ഇട്ടാൽ മതി അവർക്ക് വലിയ നേട്ടങ്ങൾ, അവരെ തേടി അംഗീകാരം വരുന്നു, പണം വരുന്നു. അവരുടെ എഫേർട്ട് വളരെ ചെറുതായിരിക്കും.
അതേ നേട്ടം മറ്റൊരാൾക്ക് കിട്ടാൻ വേണ്ടി അയാൾ അതികഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്നു. കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്നു. ആദ്യത്തെ ആൾക്ക് കിട്ടേണ്ട ആ നേട്ടം കിട്ടാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടി വരുന്നു. മൂന്നാമത്തെ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഒരു നേട്ടവും കിട്ടുന്നില്ല. അവർ പരിശ്രമിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, പക്ഷെ അവർക്ക് ഒരു നേട്ടവും കിട്ടുന്നില്ല. ടോട്ടലി ഫെയിൽ. അതായത് ആദ്യത്തെ വിഭാഗം അവർ പരിശ്രമിക്കുന്നു, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി പരിശ്രമിക്കുന്നു, അവർക്ക് വലിയ നേട്ടം കിട്ടുന്നു. രണ്ടാമത്തെ വിഭാഗം അത്രയും നേട്ടം കിട്ടാൻ വേണ്ടി ജീവിതം മുഴുവൻ ത്യജിച്ചുകൊണ്ട് സാക്രിഫൈസ് ചെയ്യുന്നു, അതുകൊണ്ട് മാത്രമാണ് ആ നേട്ടം കിട്ടുന്നത്. മൂന്നാമത്തെ വിഭാഗം ആവട്ടെ എത്ര പരിശ്രമിച്ചാലും ഒരു നേട്ടവും കിട്ടുന്നില്ല. ടോട്ടലി ഫെയിൽ. പരാജയം മാത്രം, പരാജയം മാത്രം, പരാജയം മാത്രം. അപ്പോ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിന്റെ കാരണം ഒരിക്കലും ഫിസിക്കൽ അല്ല, ശാരീരികമല്ല. കാരണം ശാരീരികമായി നോക്കുകയാണെങ്കിൽ ഈ വിജയിച്ചവനും തൊട്ടതെല്ലാം പൊന്നാക്കുന്നവനും അതുപോലെ തന്നെ തൊട്ടതെല്ലാം പരാജയപ്പെടുന്നവനും എല്ലാം ഫിസിക്കലി സെയിം ആണ്, തുല്യമാണ്. വളരെ ഗൗരവത്തിൽ പഠിക്കണം നമ്മൾ. ശാരീരികമായി നമ്മളെല്ലാവരും തുല്യരാണ്. അപ്പൊ ഇതിന് കാരണം ശാരീരികമല്ല. അയാളെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ടോ, അയാളുടെ തൊലി വെളുപ്പോ കറുപ്പോ ആയതുകൊണ്ടോ, അയാളുടെ മൂക്ക് നീണ്ടതോ കുറിയതോ ആയതുകൊണ്ടോ ഒന്നുമല്ല. അതിന്റെ കാരണം അയാളുടെ മനസ്സാണ്. അതായത് ഒരു മനുഷ്യന്റെ മനസ്സാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. Can you agree with me, my dear friends? Please type yes or no. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് അയാളുടെ മനസ്സാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. അയാളുടെ മനസ്സാണ് അയാളെ വ്യത്യസ്തനാക്കുന്നത്. ഒരാളുടെ മനസ്സാണ് അയാൾ നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി അയാളെ പ്രാപ്തനാക്കുന്നത്. അയാളുടെ മനസ്സാണ്. ഒരാളുടെ മനസ്സാണ് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി അയാളെ സജ്ജമാക്കുന്നത്. അയാളുടെ മനസ്സാണ്. ഒരാളുടെ മനസ്സാണ് ഓരോ നേട്ടങ്ങളും യഥേഷ്ടം കൊയ്തെടുക്കാൻ, തടസ്സങ്ങൾ ഏതുമില്ലാതെ വിജയത്തിലോട്ട് നടന്നെടുക്കുവാൻ ഒരാളെ പ്രാപ്തനാക്കുന്നതും അയാളുടെ മനസ്സാണ്. ഒരാളുടെ മനസ്സാണ് അയാളുടെ എല്ലാ പരാജയത്തിന്റെയും കാരണം. നോക്കണം നിങ്ങൾ. അപ്പോ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞു, ശരിക്കും പഠിക്കണം. ഒരു മനുഷ്യന് അയാളുടെ മനസ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിയുമില്ലാതെ ജീവിതത്തിൽ വിജയം കൊണ്ടുവരുവാൻ സാധ്യമാണ്. ഐ റിപ്പീറ്റ്, ഒരാൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണോ തന്റെ ജീവിതത്തിൽ നേടണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ അത്രയും നേടുവാനും സന്തോഷവും ഉല്ലാസവും സമാധാനവും ധനവും നല്ല കുടുംബവും ഒക്കെ ഉള്ള ഊഷ്മളമായ ഓരോ സെക്കൻഡും എൻജോയ് ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഒരാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അയാളുടെ മനസ്സിന്റെ ശക്തിയെ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അകത്തെ ലോകത്തെ ഒരാൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഒരാൾക്ക് തന്റെ മനസ്സിനെ ആ രൂപത്തിൽ പരിവർത്തനം ചെയ്യുവാൻ ബോധപൂർവമായ ഒരു എഫേർട്ട് ആവശ്യമാണ്. അങ്ങനെ ബോധപൂർവമായ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത് അവരുടെ ശാരീരിക രൂപമല്ല. 5.5 അടി മാത്രം പൊക്കമുള്ള മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. മനസ്സിലായില്ലേ? നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഒരു മഹാത്മാവാണ്
ദക്ഷിണാഫ്രിക്കയുടെ രാഷ്ട്രപിതാവ് നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കക്കാർ മാത്രമല്ല, ഞാനും നിങ്ങളുമെല്ലാം നെഞ്ചേറ്റ് സ്നേഹിക്കുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിന്റെ ശാരീരിക രൂപമല്ല പ്രിയപ്പെട്ടവരെ, മനസ്സാണ് വ്യത്യസ്തമാക്കിയത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ അകത്ത് നമ്മുടെ മനസ്സ് ഈ രൂപത്തിലുള്ള ഒരു മനസ്സാക്കി മാറ്റിയാൽ ഒരു മനുഷ്യൻ a person can create anything, എന്തും സൃഷ്ടിച്ചെടുക്കുവാൻ സാധ്യമാണ് with his mind power. അയാളുടെ മനസ്സിന് ശക്തി. 2006 റോൺ ഡാർബൻ എഴുതിയ ദ സീക്രട്ട് എന്ന പുസ്തകം, ആ പുസ്തകം വായിച്ച് ലക്ഷോപലക്ഷം ആളുകൾ ലോകത്തിന്റെ ഗതിവിഗതിയെ തന്നെ ചലിപ്പിച്ച ഒരു പുസ്തകമാണ് ദ സീക്രട്ട്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിൽ അതിന് തത്തുല്യമായ ഒരു ചലനമാണ് ഈ ട്രഷർ എന്ന് പറയുന്ന ഈ നിധി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം എങ്ങനെ കൊണ്ടുവരുന്നു? ഒരു മനുഷ്യന്റെ ഉള്ളിൽ, അതായത് അവനെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പ്രാപ്തനാക്കുന്ന, എല്ലാ നേട്ടങ്ങളിലോട്ടും നടന്നെടുക്കുവാൻ പ്രാപ്തനാക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സിനെ കൃത്യമായി പ്രോഗ്രാം ചെയ്തുകൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് അവന് അനുഗുണമായ രൂപത്തിലോട്ട് മാറ്റുന്ന അതിശക്തമായ ഒരു സംഭവമാണ് ഈ ട്രഷർ. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതിന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഫിസിക്കൽ വേൾഡ്, അതായത് ഈ ലോകത്ത് എല്ലാം ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ്, ഞാൻ ഇനി പറയാൻ പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്, ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ശരിയല്ല പ്രിയപ്പെട്ടവരെ. അതായത് ഒരാളെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ മനസ്സാണ്. അയാളുടെ മനസ്സിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ ജീവിതത്തിന്റെ ഗതി വിഗതി തന്നെ സമ്പൂർണമായിട്ടും മാറി ഒഴുകും എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞത് സത്യമല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ആൾക്ക് സംസാരിക്കാം, അതിനുശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പ്ലീസ് കം, എനിവൺ. ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും 1-2 ആൾക്ക് സംസാരിക്കാം. പ്ലീസ് കം ടു മൈക്ക് പോയിന്റ്. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്, സംസാരിച്ചോളൂ. അതെ, ഞാൻ വയനാടുള്ള മാനന്തവാടിയുള്ള മജീദാണ് സാർ. നമ്മളെ ഇതിൽ ചേർന്നതിന് ശേഷം ഞാനിപ്പോ 6-7 മാസത്തിന്റെ അടുത്തായി. അപ്പൊ ട്രഷറിൽ ഞാൻ കൂടിയിട്ട് കുറഞ്ഞതായിട്ടുള്ളൂ. പക്ഷെ എങ്കിലും നമ്മളെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളെ മക്കളിലൂടെയും ഞങ്ങൾ അത് പകർന്നു കൊടുക്കുന്നുണ്ട്, അവരിൽ ആയി വരുന്നുണ്ട്. വളരെ വളരെ സന്തോഷം. പിന്നെ നമ്മളെ ഇതിനു മുമ്പേ ഒരു ഇത് പറഞ്ഞിരുന്നല്ലോ സാറ്, പിന്നെ നമുക്ക് ഒരു 10 ലക്ഷം കിട്ടണം സാറ് പറഞ്ഞില്ലേ? 10 ലക്ഷം കിട്ടണം. ഞാന് എന്റെ മനസ്സുകൊണ്ട് ഞാൻ നിശ്ചയിച്ചത് എനിക്ക് 12 ലക്ഷമാണ്. എനിക്ക് ആ 12 ലക്ഷം റുപ്യ എനിക്ക് കിട്ടിക്കഴിഞ്ഞത് കഴിഞ്ഞ മാർച്ചിൽ. പിന്നെ ഏതൊരു കാര്യവും നടന്നു എന്ന് നമ്മൾ കരുതിക്കൊണ്ട്, നമ്മൾ നടന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. പിന്നെ അതുപോലെ എന്റെ മനസ്സിന് ശക്തി മാറിയില്ലേ സർ? മനസ്സിന് മൂർച്ച കൂടിയില്ലേ സർ? അതെ, മനസ്സിന് മൂർച്ച കൂടി. എന്റെ ബിസിനസ് പിന്നെ വളരെ ലോയിലായിരുന്നു, അതൊക്കെ ഇപ്പൊ നല്ല ഡെവലപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാറേ. അതെന്നെ ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാണ്, എന്റെ ബിസിനസ് ഡെവലപ്പായി വരുന്നത്. അതാണ് ഞാൻ ഫോക്കസ് ചെയ്ത ഒരു കാര്യം. ശരി, സന്തോഷം. ഇനി പുതിയതായിട്ടുള്ള ഏതെങ്കിലും ആൾക്ക് സംസാരിച്ചോളൂ. ഒരാൾ കൂടി സംസാരിക്കാം, അതിന് ശേഷം നമുക്ക് പോവാം. ഒരാൾ സംസാരിച്ചോളൂ. പറയൂ. ഞാൻ താഹവനീസ. പറയൂ. എനിക്ക് ഞാൻ എപ്പോഴും എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കാണ്ടാണ് പഠിപ്പില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കല്. പക്ഷെ ഇതിൽ കയറിയതിന്റെ ശേഷം ഞാൻ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും തരണങ്ങളും ചെയ്ത് കണ്ടിപ്പോ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. ട്രഷറിൽ ഇപ്പൊ 3 മാസമായിട്ടുള്ളൂ ഞാൻ കേറിയിട്ട്. പക്ഷെ അതിനെക്കാട്ട് ഇരട്ടി മാറ്റങ്ങളാണ് ഉണ്ടായത്. താങ്ക് യു സാർ. വളരെ സന്തോഷം. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി ഇഷ്യൂസുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം സോൾവ് ആയി. ചില കാര്യങ്ങൾ നമുക്കറിയാം. ഏതായാലും വലിയ സന്തോഷം. ശരി സാറേ, പറയൂ. ഞാൻ ട്രഷറിലൊന്നും, ഞാനൊരു കാര്യം പറയും. ഞാൻ ഒരു പ്രോബ്ലത്തിലാണ് സാർ ഉള്ളത്. വൺ സെക്കൻഡ്. ഇപ്പൊ നമുക്ക് ഈ ക്ലാസിന്റെ ഇടയ്ക്ക് അത് സംസാരിക്കരുത്. നമ്മളിപ്പോ ട്രഷറിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ട്രഷർ എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു സാമ്പിൾ നിങ്ങൾ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഭൗതിക ലോകത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം കൃത്യമായൊരു നിയമമുണ്ട്, അന്യൂന്യമായൊരു നിയമമുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പടുകൂറ്റൻ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്? ഒരു 5 നിലയോ 10 നിലയോ വലിപ്പമുള്ള ശക്തമായ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ബിൽഡിങ്ങിന് അത് ആ രൂപത്തിൽ അത് വീഴാതെ, അത് ഉലയാതെ ശക്തമായി നിൽക്കുവാൻ വേണ്ടി നമ്മൾ കൃത്യമായ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ബീം കൊടുക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്, അതിന്റെ തറയുണ്ടാക്കുന്നത്. നമുക്കറിയാം അതൊരിക്കലും വീഴില്ല എന്ന്. ഇത് ഫിസിക്കൽ വേൾഡിൽ മാത്രമല്ല, മാനസിക ലോകത്തും ആത്മീയ ലോകത്തും, അതായത് മാനസിക ലോകത്തും ആത്മീയ ലോകത്തുമെല്ലാം ഇതേപോലെ തെറ്റുപറ്റാത്ത ചില നിയമങ്ങളുണ്ട്. തെറ്റുപറ്റാത്ത അന്യൂന്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഭൗതിക ലോകത്തെ നിയമം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മാനസികമായും ആത്മീയമായും ഉള്ള ലോകത്തുള്ള നിയമങ്ങൾ. ഒരാൾ അറിഞ്ഞോ അറിയാതെയോ ഈ നിയമത്തെ അനുസരിച്ചാൽ, ഈ നിയമം അനുസരിച്ച് പ്രവർത്തിച്ചാൽ, ആ മനുഷ്യന് പരിധിയില്ലാത്ത പുരോഗതി ഉണ്ടാവും. ഏതെങ്കിലും ഒരാൾക്ക് ഈ നിയമത്തെ കുറിച്ചൊന്നും ഒരു പിടിപാടുമില്ല, ഒന്നും അറിയില്ല. അയാൾ ഇങ്ങനെ ജീവിക്കുന്നു, അയാൾ പ്രാർത്ഥിക്കുന്നു, അയാൾ കരയുന്നു, പരാതി പറയുന്നു, അയാൾ ഇങ്ങനെ നാളെ ശരിയാവും എന്ന് കരുതുന്നു, അടുത്ത ആഴ്ച ശരിയാവുമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, ആ മനുഷ്യൻ എന്നും പരാജയത്തിൽ നിന്നും പരാജയത്തിലോട്ട് കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ട്രഷറിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, കൃത്യമായി ഈ നിയമമാണ്. അതായത് when one understand this law, ഒരാൾ ഈ നിയമത്തെ പഠിച്ച് ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്താണോ അയാൾക്ക് വേണ്ടത് അത് അയാൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഞാൻ ട്രഷർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാ വർഷവും ഞാൻ എൻ്റെ വിഷൻ ബോർഡും എൻ്റെ ഗോളും ഓരോ വർഷവും മാറ്റും. 2024 സ്റ്റാർട്ട് ചെയ്തപ്പോ എല്ലാവരോടും ഞാൻ പറഞ്ഞു 30 ലക്ഷ്യങ്ങൾ. കാരണം ഈ നിയമത്തിന് തെറ്റ് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ 30 ലക്ഷ്യങ്ങൾ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. 30 ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. ആ കൂട്ടത്തിൽ ഞാനും എഴുതി വെച്ചു എൻ്റെ 30 ലക്ഷ്യങ്ങളും. അതുപോലെ തന്നെ 100ഓളം സബായിട്ടുള്ള കാര്യങ്ങളും എഴുതി വെച്ചു. വിഷൻ ബോർഡ് സെറ്റ് ചെയ്തു. കാരണം ജീവിക്കുവാൻ ഒരു സ്ക്രിപ്റ്റ്, ഒരു പ്രത്യയശാസ്ത്രം മുമ്പിൽ ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലുമൊക്കെ പുരോഗതി ലഭിക്കുകയുള്ളൂ. അപ്പൊ അന്ന് ഞാനത് എഴുതി വെച്ചപ്പോ എൻ്റെ കൂടെ എഴുതി വെച്ച, ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ട്രഷർ ബാച്ച് ഫസ്റ്റിൽ 2024 തുടക്കത്തിൽ 2ാമത്തെ ബാച്ച്, ഇപ്പൊ 4ാമത്തെ ബാച്ചാ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുക, നിങ്ങൾ എഴുതി വെച്ച എല്ലാ ലക്ഷ്യങ്ങളും പൂവടിഞ്ഞോ ഇല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് മൈക്കിൽ സംസാരിച്ച് എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തു. ഏതൊക്കെയാണ് ഞാൻ എഴുതി വെച്ചത്? അതെല്ലാം ഒന്നുപോലും വിടാതെ ഞാൻ അവസാനമായി 2025 മെയ് 30 എഴുതി വെച്ചത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് പൂർത്തിയായത്. അതല്ലാത്തതൊക്കെ എന്നാണോ ഞാൻ വിഷൻ ബോർഡിൽ വെച്ചത് അതിനേക്കാളും മുമ്പ് തന്നെ അതൊക്കെ നേടിയെടുക്കാൻ പറ്റി. 2025 നേടണമെന്ന് ആഗ്രഹിച്ചതൊക്കെ 2024 തന്നെ നേടിയെടുത്തു. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ബാച്ചിൽ പങ്കെടുത്ത ആൾക്കാർ ചോദിക്കുന്നു, നിങ്ങളുടെയൊക്കെ ലക്ഷ്യങ്ങൾ, ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ പറയൂ, നിങ്ങളുടെയൊക്കെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചോ ഇല്ലേ? പ്ലീസ് സേ യെസ് ഓർ നോ. ഒന്ന് സംസാരിച്ചോളൂ. ട്രഷർ ബാച്ച് ഫസ്റ്റിൽ പങ്കെടുത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? എനിവൺ? ഞാനുണ്ട്. ഗുഡ് മോർണിംഗ്. ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുത്തോ? തീർച്ചയായിട്ടും സാർ, ഒട്ടുമിക്ക ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ലോങ് ടേം ആയിട്ടുള്ളതാണ് ഇനി നേടിയെടുക്കാനുള്ളത്. അത് നമ്മൾ 5 വർഷം 10 വർഷം അങ്ങനെ നീട്ടി എഴുതിയതാണല്ലോ. അപ്പോ അതിൽ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കലി മെന്റലി നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള രീതിയിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ട്രഷറിന് ലഭിച്ച ഒരുപാട് തിരിച്ചറിവുകൾ, വലിയ തിരിച്ചറിവുകളിലൂടെ
അതിലേക്ക് എത്താൻ സാധിച്ചു. അതുപോലെ ഈ ട്രഷറിൽ സാറ് പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടും സാറിൻ്റെ ആ ഓരോ കാര്യങ്ങളും ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയത് കൊണ്ടുമാണ് ഇത് നേടിയെടുക്കാൻ പറ്റിയത്. പിന്നെ അതുപോലെ സാറിൻ്റെ കൂടെ തന്നെ ദുബായിലൊക്കെ പോകാനൊക്കെ സാധിച്ചത് വലിയ അനുഗ്രഹമായിട്ട് തോന്നുന്നു. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ട്രഷർ ആ പേര് പോലെ തന്നെ വലിയൊരു നിധിയാണ്. അത് ഒന്നും നോക്കേണ്ട, നമ്മൾ ചെലവഴിക്കുന്ന ആ ഒരു ഫിനാൻസിനെക്കാട്ടിലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നേടിത്തരും. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെയാണ് അത് നിങ്ങൾക്ക് പറയാനുള്ളത്, കാണിച്ചു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു ഒട്ടുമിക്ക പേരും ഈ ഒരു ഫിനാൻസിന്റെ പേരിലായിരിക്കും ഒന്ന് സംശയിച്ച് നിൽക്കുന്നത്. അതിന്റെ ഒരു കാര്യവുമില്ല. ഫിനാൻസ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കേ വേണ്ട. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഇതിലൂടെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലൂടെ മാത്രം, ആ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്താൽ ബാക്കിയെല്ലാം ഇതിനുള്ള വഴി നിങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ തന്നെ എത്തിച്ചേരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയിപ്പിക്കുകയാണെങ്കിൽ സമയം ഒത്തിരി വൈകും, അതുകൊണ്ടാണ് അതിലോട് പോവാത്തത്. അപ്പോൾ ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ അങ്ങ് നേടിയെടുക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാനസിക ലോകത്തും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ യാതൊരു ഭയവുമില്ലാതെ, യാതൊരു ദുഃഖവുമില്ലാതെ, യാതൊരു ആശങ്കയുമില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ധൈര്യസമേതം പറഞ്ഞത്. ആരെങ്കിലും പറയോ നിങ്ങൾ 30 ലക്ഷ്യങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും, ജീവിതം മുഴുവൻ മാറും, AD BC എന്നതുപോലെ മാറുമെന്ന് പറയാൻ കാരണം, ഈ ഫിസിക്കൽ വേൾഡിൽ ഉള്ളതുപോലെ തന്നെ മെന്റൽ ആൻഡ് സ്പിരിച്വൽ വേൾഡിലും ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആരെങ്കിലും അറിഞ്ഞാൽ, അതറിഞ്ഞ് ഒരാൾ തന്റെ ലൈഫിൽ പകർത്തിയാൽ, അയാൾക്ക് ഒരു കാര്യവും, ഒരു പ്ലാനിങ്ങും പരാജയപ്പെടേണ്ടി വരില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്തോ അതെല്ലാം നടക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ മഹാഭൂരിപക്ഷം ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, പരാജയത്തിന്റെ കയ്പ് നീർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ലൈഫിൽ നിരന്തരമായ ഇഷ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അവരെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കോൾ ഒരു കാര്യം. ഒന്ന്, അവർക്ക് മാനസികമായ ലോകത്ത് അല്ലെങ്കിൽ ആത്മീയമായ ലോകത്ത് രണ്ട് തലമാണ്. ഒരു നിയമമുണ്ടെന്നും ഈ നിയമത്തെ അനുസരിക്കണമെന്നും ഈ നിയമത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ബോധം ഉണ്ടാവണമെന്നും അറിയാത്തവരായിരിക്കും. അവർ മുഴുവനും ഡിപ്പെൻഡ് ചെയ്യുന്നത് പുറത്തെ ലോകത്തായിരിക്കും. ഉറപ്പാണ്. നിങ്ങൾ നോക്കൂ, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും, ഇപ്പൊ നേരത്തെ സംസാരിച്ചല്ലോ പല ആളുകളും, വേണമെങ്കിൽ നമുക്ക് ഈ സെഷന് ശേഷം വേണമെങ്കിൽ ഒത്തിരി ആൾക്കാരോട് സംസാരിപ്പിക്കാം. അതായത് ഒരാൾ പുറത്തെ ഈ ലോകത്തെ തന്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ആ ബിസിനസ് പൊട്ടി, അയ്യോ അയാൾ ഇങ്ങനെ പെരുമാറുന്നു, അയ്യോ എൻ്റെ വൈഫ് ഇങ്ങനെ, അയ്യോ എൻ്റെ മദർ ഇങ്ങനെ പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നോക്കിയിട്ട് വിലയിരുത്തി അതിനെങ്ങനെ മാറ്റം വരുത്താം എന്ന രൂപത്തിലോട്ട് ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സംശയമില്ല, അയാളാണ് എല്ലാ കാലത്തും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞ 3 വിഭാഗത്തിൽ 3ാമത്തെ വിഭാഗം, തൊട്ടതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ രൂപത്തിലുള്ള ആൾക്കാരായിരിക്കും. അയാളെങ്ങാനും ഇതിനെ തിരുത്തി, ഇതല്ല ശരി, പുറത്തല്ല ഞാൻ ആശ്രയിക്കേണ്ടത്, എന്റെ ഡിപ്പെൻഡൻസി പുറത്തല്ല അകത്താണ് എന്ന രൂപത്തിലോട്ട് ഒരു മനുഷ്യൻ പോവുകയും അയാൾ തൻ്റെ ഉള്ളിലെ ഈ നീതിയെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈ നിയമത്തെ ഒരാൾ ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തെറ്റും പറ്റാതെ അയാൾക്ക് ഏത് കാര്യവും നേടിയെടുക്കുവാൻ സാധിക്കും. അയാളുടെ മനസ്സ് ഒരു ഹാർമണൈസിലോട്ട് പോകും, ഒരുതരം സന്തുലിതമായ അവസ്ഥയിലോട്ട് പോകും. ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ മനസ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ആ മനസ്സ്, അത് ഹാർമണൈസിലോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമായിരിക്കും. ഞാനിപ്പോ ഇവിടെ ഓണാക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് അവിശ്വസനീയമായ കാര്യം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല, ഒരു സാധ്യതയുമില്ല എന്ന് കരുതി കംപ്ലീറ്റ്ലി ഡോർ ക്ലോസ് ചെയ്തു വെച്ച ഒരുപാട് കാര്യങ്ങൾ അത്ഭുതകരമായി നടന്ന സംഭവങ്ങളുണ്ട്. വേണമെങ്കിൽ ടൈപ്പ് ചെയ്തോളൂ, താഴെ ടൈപ്പ് ചെയ്തോളൂ. കാരണം സംസാരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിന്റെ ലെങ്ത് ഒരുപാട് നീണ്ടുപോകും.
മനസ്സിലായോ? ഒന്ന് ടൈപ്പ് ചെയ്തേ. അവിശ്വസനീയമായ കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ച ആൾക്കാർ ഒന്ന് യെസ് ടൈപ്പ് ചെയ്തേ. ട്രഷറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അവിശ്വസനീയമായ കാര്യങ്ങൾ ഒരിക്കലും നടക്കുമെന്ന് കണ്ടോ? നിങ്ങൾ നോക്കൂ, എത്ര ആൾക്കാർ ടൈപ്പ് ചെയ്തു. ഒരിക്കലും നടക്കുമെന്ന് പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. അതായത് ഏത് ഖജനാവിന്റെയും താക്കോൽ തുറക്കുവാൻ സാധിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലോട്ട് തരിച്ചു കയറട്ടെ. എന്താ കാരണം? അവർക്ക് അവരുടെ മനസ്സിനെ പ്രാപ്തമാക്കുന്ന അല്ലെങ്കിൽ അവരെ തന്നെ സ്വതന്ത്രമാക്കുന്ന ഈ പവർ അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. ഈ പവർ കിട്ടിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടിലോട്ട് ഒരു മനുഷ്യൻ പോയി. ഒരാൾ ചിന്തിക്കാൻ ഇതൊക്കെ തെറ്റാണ് സർ, ഇതൊന്നും ശരിയല്ല, താങ്കൾ ഈ പറയുന്നതൊന്നും ശരിയല്ല, അകത്ത് അങ്ങനെ ഒരു നിയമമൊന്നും ഇല്ല, മാനസിക ലോകത്തൊരു നിയമമൊന്നുമില്ല. എന്റെ അവസ്ഥക്ക് കാരണം ഈ പുറത്തുള്ള ഓരോ സാഹചര്യങ്ങളാണ്, സർക്കാരാണ്, എന്റെ പാരന്റ്സ് ആണ്, ഇന്ന ആളുകളാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല. ഞാൻ ദുരന്തം വരുത്തി വെക്കുവോ? നിങ്ങൾ പറഞ്ഞ പോലെ പുറത്തുള്ളത് പോലെ അകത്തൊരു നിയമമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്നതിന് ഡിലേ ചെയ്യുകയാണെങ്കിൽ അയാൾ രണ്ട് കാര്യമാണ്. അയാൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലാണ്, ഭാവിയിലും അയാൾ നരകത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. അയാൾ മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ കാളവണ്ടി യുഗത്തിലാണ്. എന്തിനാണ് ഈ കാറും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ലോകം പുരോഗമിച്ചു പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോൾ കാറും വിമാനങ്ങളും തീവണ്ടിയും സൂപ്പർസോണിക് ഹൈപ്പർസോണിക് വിമാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാൾ പറയാണ്, ഞാൻ പണ്ടത്തതുപോലെ തന്നെയായിരിക്കും, ഞാൻ കാളവണ്ടിയിൽ മാത്രമേ പോകൂ, ഞാൻ വില കൂടിയ ചെരുപ്പൊന്നും ഇടില്ല, ഞാൻ ഫോണൊന്നും വിളിക്കില്ല, ഞാൻ നേരിട്ട് പോയി പറയും. അതൊന്നും ശരിയല്ല എന്ന് പറയുന്നതിന് തുല്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാർ. എത്ര ഭയാനകരമാണ് ആ ഒരു അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എല്ലാവർക്കും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ നിയമത്തെ കൃത്യമായി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഏത് പൂട്ടിക്കിടക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളും തുറക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നമ്മൾ പോലും വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഓപ്പണായി തുറന്നു വരും. മനസ്സിലായോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ എല്ലാം അനുകൂലമായിരുന്നു നമുക്ക്. അയ്യോ, ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു, അപ്പൊ കണ്ടു. ദൈവമേ, നമ്മൾ പോലും വിചാരിക്കാത്ത അപ്രതീക്ഷിതമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നു. നമ്മൾ വിചാരിച്ച പോലെ യാത്ര ചെയ്യാൻ പറ്റി, നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാരെ കാണാൻ പറ്റി, വിചാരിച്ച പണം നമുക്ക് കിട്ടി. അതായത് കാര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി മാറുന്നതും എന്നാൽ കാര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമായി മാറുന്നതും പ്രിയപ്പെട്ടവരെ നമ്മുടെ അകത്തുള്ള നമ്മുടെ മനസ്സിന്റെ തന്നെ നമ്മുടെ തന്നെ സൃഷ്ടിയാണ്. എത്ര പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റും? എത്രയോ ആൾക്കാർ പറയും, സാറേ ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ അവിടെ പോയപ്പോഴാണ് അങ്ങനെ കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, അപ്പോഴാണ് അങ്ങനെ കണ്ടത്, അവിടെ തുടങ്ങി എന്റെ പ്രശ്നം. പിന്നെ ഓരോന്ന് പറയേണ്ട സാറേ, മുഴുവനും നൂലാമാല എട്ടുകാലി വല നെയ്യും പോലെ ഒരു ഭാഗത്ത് തൊടുമ്പോഴേക്കും ഇവിടെ ഊരി വരുമ്പോഴേക്കും മറ്റേ ഭാഗം മുറുകി, ഇങ്ങനെ മുറുകി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ തന്നെ സൃഷ്ടിയാണ്. നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് സിറ്റുവേഷൻ ആവട്ടെ, നമുക്ക് സപ്പോർട്ടിംഗ് അല്ലാത്ത നരകതുല്യമായ സിറ്റുവേഷൻ ആവട്ടെ, ഇത് രണ്ടും നമ്മുടെ തന്നെ സൃഷ്ടിയാകുന്നു. മഹാഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞോ അറിയാതെയോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ട്രഷർ നിങ്ങളെ സ്വതന്ത്രനാക്കുകയും അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായ രൂപത്തിൽ. നമ്മളെ നേരത്തെ സംസാരിച്ച ടീച്ചർ ഒരു വലിയൊരു മുതൽ മുടക്കി നല്ല ലക്ഷറി ആയിട്ട്, അത്യാവശ്യം ലക്ഷറി ആയിട്ട് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അവരാകെ പെട്ടു എന്ന് വിചാരിച്ചു. എന്നോടൊക്കെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവിച്ചു സാർ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ ടീച്ചറോട് ചോദിച്ചാൽ അറിയാം, അവർക്കിപ്പോ നേരത്തേതിനേക്കാൾ ബിസിനസ് കൂടി, അതുപോലെ തന്നെ അവരുടെ റേഞ്ച് മാറി, കാഴ്ചപ്പാട് മാറി. അപ്പോ ഈ ഒരു അവസ്ഥയിലോട്ട് ഒരുപക്ഷെ ചെറിയൊരു വേദനയുടെ ആയിരിക്കും അവർ കടന്നു പോവുക, പക്ഷെ ഇപ്പോൾ അവർ വളരെ ഹാപ്പിയായി. അപ്പൊ അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് അനുകൂലമായി മാറി. മനസ്സിലായില്ലേ? അപ്പോ എവിടെ പോയാലും ഏത് സിറ്റുവേഷനും നമുക്ക് അനുകൂലമായി മാറുന്നതും നമുക്ക് പ്രതികൂലമായി മാറുന്നതും എല്ലാം നമ്മുടെ തന്നെ സൃഷ്ടിയാണ്. ഏതൊരാളാവട്ടെ,
ഈ ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ 8 കാലി വല നെയ്യും പോലെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവൻ ഒരിക്കലും മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഞാൻ ആ നിയമം ലംഘിച്ചത് കൊണ്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇലക്ട്രിസിറ്റിക്ക് കറണ്ടിന്റെ വയറിൽ ഒരാൾ അറിയാതെ തൊട്ടു എന്നതുകൊണ്ട് അയാളെ കറണ്ട് പിടിക്കാതിരിക്കില്ല. കറണ്ട് പിടിക്കാതിരിക്കില്ല. ഒരാള് അറിയാതെ തൊട്ടു, കറണ്ട് പറയാണ് അയ്യോ ഇവൻ അറിയില്ല, പാവാണ്, ഇവനെ കറണ്ട് പിടിപ്പിക്കണ്ട. ഇല്ല, പ്രപഞ്ചത്തിന്റെ നിയമവും അതുപോലെ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഈ നിയമം മനസ്സിലാക്കി ഒരാൾ ജീവിച്ചു കഴിഞ്ഞാൽ അയാളാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഒരു നിയമം അല്ലെങ്കിൽ അകത്തെ ഈ ഒരു നിയമം, നമ്മുടെ അകത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയമായ നിയമം ഏതെങ്കിലും ഒരാൾ പഠിച്ചെടുത്താൽ ആ വ്യക്തിക്ക് ഒരിക്കലും പരാജയം നുണക്കേണ്ടി വരില്ല. അയാൾക്ക് മനസ്സിലാവും തന്റെ ലൈഫിന്റെ ക്രിയേറ്റർ താൻ തന്നെയാണ് എന്ന്. ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ ദൈവത്തെ നിഷേധിക്കുകയാണോ? ദൈവം, നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ദൈവം ഇച്ഛിച്ചിട്ടാണെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങൾ ഒരു കാര്യവും ചിന്തിക്കുകയില്ല, നിങ്ങളത് ചിന്തിക്കണമെന്ന് ദൈവം ചിന്തിക്കാതെ. അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിങ്ങൾ ഒരു കാര്യവും ചിന്തിക്കുകയില്ല, ദൈവം അത് ആലോചിക്കണമെന്ന് ചിന്തിക്കാതെ. അതുകൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്തിക്കാൻ പേടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇയാളെ വിജയത്തിന് ഇയാൾ തന്നെ അയാളുടെ ചിന്തകളെ ദൈവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കൂച്ചുവിലങ്ങിടുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിച്ചമർത്തുവാനോ നമ്മളെ ദരിദ്രത്തിൽ ജീവിക്കുവാനോ നമ്മളെ നരകാവസ്ഥയിൽ ഇട്ടേച്ചു പോകുവാനോ ആഗ്രഹിക്കുന്ന ഒരു ദൈവമില്ല. ദൈവം കാരുണ്യവാനാണ്, നമ്മൾ പറയും, കാരുണ്യവാനാണ്, കരുണാമയനാണ്, എല്ലാം പറയും. എന്നിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നതിന് ഈ ദൈവം തടയുമെന്ന് വിചാരിക്കുന്നത് എത്രത്തോളം മൗഢ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ മാറാതെ ദൈവം ഒരിക്കലും നമ്മളിൽ മാറ്റം കൊണ്ടുവരില്ല. ഗോഡ് ഷാൽ നോട്ട് ചേഞ്ച് എനിവൺ. ഒരാളെയും ദൈവം മാറ്റുകയില്ല, അയാൾ സ്വയം പരിവർത്തിപ്പിക്കപ്പെടാതെ, അയാൾ സ്വയം മാറ്റം കൊണ്ടുവരാതെ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ എല്ലാ സാഹചര്യത്തിനും സൃഷ്ടാവ് ഒരേ ഒരാൾ മാത്രമാണ്, അത് നമ്മളാണ്. നമ്മൾ മാറാതെ ദൈവം പോലും നമുക്ക് യാതൊരു കനിവും ദൈവത്തിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അവസ്ഥ ആവട്ടെ, നമുക്ക് എന്താ പറയാ, ബാഡ് ആയിട്ടുള്ള അവസ്ഥ ആവട്ടെ, ഇതെല്ലാം നമ്മുടെ സൃഷ്ടിയാണ്. അറിഞ്ഞോ അറിയാതെയോ ഓരോ മനുഷ്യരും ഇത് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. നിയമം കൃത്യമായി പഠിച്ച ഒരാൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് യാതൊരു ആശങ്കയുമില്ലാതെ സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. നിയമം അറിയാത്ത ഒരാൾ എപ്പോഴും ഭയത്തിലും ചകിതയിലും എന്താ പറയാ, ഭയചകിതമായ ഒരു മാനസികാവസ്ഥ ജീവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ട്രഷർ എന്ന് പറയുന്നത് വിലമതിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. ഒന്ന് ടൈപ്പ് ചെയ്ത്, ഈ ട്രഷർ എന്ന് പറയുന്നത് വിലമതിക്കുവാൻ സാധിക്കുന്ന ഒന്നാണോ? ഒന്ന് ടൈപ്പ് ചെയ്ത്. ഇത് വിലമതിക്കാൻ സാധിക്കാത്ത അത്രയും അമൂല്യമല്ലേ? യെസ് ഓർ നോ? ഈ ട്രഷർ എന്ന് പറയുന്നത് വിലമതിക്കാൻ പറ്റാത്ത അത്രയും അമൂല്യമല്ലേ? ടൈപ്പ് ചെയ്ത്, എല്ലാവരും ടൈപ്പ് ചെയ്ത്. ഈ ട്രഷർ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ട്രഷറാണ്, ഈ ലോസ് ആണ് ഈ ട്രഷർ എന്ന് പറയുന്നത്. ഒരിക്കലും വിലമതിക്കാൻ സാധിക്കില്ല, ഒരിക്കലും വിലമതിക്കാൻ സാധിക്കില്ല. നമ്മൾ അഷ്റഫ് സാറെ അവിടെ കാണുന്നുണ്ട്. അഷ്റഫ് സാറ് ട്രഷർ ബാച്ച് 4 ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഷ്റഫ് സാറെ, ഇതിന് വിലമതിക്കാൻ സാധിക്കുമോ? ഒന്ന് സംസാരിക്കാം, മൈക്കോണാക്കി സംസാരിച്ചേ. വിലമതിക്കാൻ സാധിക്കുമോ ഇതിന്? ഇല്ല സാറേ, ഒരു നിലക്കും അത് വിലമതിക്കില്ല. കാരണം സാറ് ഈ ട്രഷർ കോഴ്സിനെ ചേർത്ത് ചെയ്ത ആൾക്കാരും അതിന് എന്താ പറയാ, അതിന്റെ 100% സാറ് എല്ലാ വിഷയത്തിലും ഫോളോ അപ്പ് ചെയ്ത കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ കാര്യം നേടിയെടുക്കണം എന്നുള്ള ആ ഒരു ചാനലിൽ കൂടെയാണ് സാറ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടാണ് സാറിന്റെ ഫോളോ അപ്പ്. അത് ഏതൊരു നിലയ്ക്ക് ഫീ വാങ്ങിയിട്ട് ഏതൊരു നിലയ്ക്ക് ആവാ എന്നുള്ള വിഷയം തന്നെ അതില്ല. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. യെസ്, മോഹൻ സാറെ എന്ത് പറയുന്നു? മോഹൻ സാറൊക്കെ ഇപ്പൊ ബാച്ച് 4 പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. വിലമതിക്കാൻ പറ്റുമോ മോഹൻ സാറെ? കേൾക്കുന്നില്ല. മ്യൂട്ടാണ്. അഷ്റഫ് സാർ അപ്പുറത്തുണ്ട്. അഷ്റഫ് സാറ് പഴയ ബാച്ചാണ്.
ആ പ്രകാശാണ്. വരപ്രകാശ് സാർ പറയൂ, വിലമതിക്കാൻ പറ്റുമോ ഇതിന്? വിലമതിക്കാൻ പറ്റില്ല, അമൂല്യമാണ്. ഇത് അനുഭവിച്ച് തന്നെ അറിയണം, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇത് ട്രഷറിൽ കൂടെ പോകുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. കാഴ്ചപ്പാട് മാറുമ്പോൾ എല്ലാം മാറുമെന്നും എല്ലാ മാറ്റവും മനസ്സിലുണ്ടാവുമെന്നും അത് നമ്മളെ പുറം ലോകത്ത് ഉണ്ടാവുമെന്നും അത് ഇതിന് ട്രഷറായിട്ട് പോയ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതായത് കേവലം അറിവ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈ 6 മാസം എന്ന് പറയുന്ന ഒരു സമയം നമ്മൾ വെക്കുന്നത്. കാരണം ഒരു ക്ലാസ് കേട്ട് ഇതൊക്കെ കേട്ട് നിങ്ങൾ അങ്ങ് പോകും. പക്ഷെ 6 മാസം, ഈ 6 മാസമല്ല ഇതിന്റെ അറിവിനുപരിയായിട്ട് അതിലുള്ള എക്സസൈസുകൾ, അതിനുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴല്ലേ വരപ്രകാശ് സാറെ ലൈഫ് മാറുന്നത്. എസോർണോ? തീർച്ചയായിട്ടും ഓരോ ദിവസവും ഓരോ മാറ്റങ്ങളാണ് പുതിയതായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിച്ച് ശരിയെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ശരിയല്ല. അത് മാറുമ്പോൾ എല്ലാം മാറും. നമ്മളെ തെറ്റായ കാഴ്ചപ്പാട് നമ്മളെ പ്രശ്നം തീർക്കാൻ. ആ തെറ്റായ കാഴ്ചപ്പാട് പരിപൂർണമായി മാറുമ്പോൾ എല്ലാം മാറും. ഇപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു, ഇനി പരിപൂർണമായി മാറും 6 മാസം ആകുമ്പോഴത്തേക്ക്. ഓക്കെ, വളരെ 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 സന്തോഷം. അപ്പോ ഞാൻ പറയുന്നത് തന്നെ പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു. അതായത് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ മനസ്സാണ്, അയാളുടെ ഉള്ളിലെ മനസ്സാണ്. ഈ മനസ്സ് ഇത് പുറത്തുള്ളത് പോലെ തന്നെ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിയമം തെറ്റിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി അറിയാതെ തൊട്ടു എന്നതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കാണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് ഇപ്പൊ ഈ മണി മൈൻഡ് സെറ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കൊടുക്കുന്നുണ്ട്. എൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആളുകൾക്ക് മാറ്റം ഉണ്ടാവട്ടെ. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മൾ ജനങ്ങളോട് പറയാതെ പിടിച്ചു വെച്ചാൽ എത്രയോ ആളുകൾക്കത് ദോഷകരമായിരിക്കും. ഏതുപോലെ ഒരാൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി രോഗിയായി ആർത്ത് കരയുന്നു. നമ്മുടെ വീട്ടിൽ നമ്മുടെ മുമ്പിൽ കാറുണ്ട്, പെട്രോൾ ഉണ്ട്, നമുക്ക് സമയമുണ്ട്, ഇല്ലെങ്കിൽ ഡ്രൈവറുണ്ട്. നമ്മൾ അവരെ സഹായിക്കാൻ വേണ്ടി ആ കാർ ഒന്ന് വിട്ടുകൊടുത്ത് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നമ്മൾ വിസമ്മതിക്കുന്നതിനേക്കാളും വലിയ ഒരു തെറ്റായിരിക്കും ഈ കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെഞ്ചി തട്ടിപ്പോണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ മണി മൈൻഡ് സെറ്റിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് ചോദിച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു വളരെ കുറഞ്ഞ എമൗണ്ടിലായി നമ്മൾ ആ കോഴ്സ് നൽകിയത്, ആ ഒരു കോഴ്സിന് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുവാൻ സാധിച്ചോ ഇല്ല? മണി മൈൻഡ് സെറ്റിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും സംസാരിച്ച് 1-2 ആൾക്കാർ ഇപ്പൊ പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ പേര് സാജിദ, മലപ്പുറമാണ് വീട്. അവിടെ അല്ല കയറ്റിക്ക് വെള്ളയാണ്. കേൾക്കുന്നില്ല സാറേ? ഇപ്പൊ കേൾക്കാം, പറയൂ. എന്റെ പേര് സാജിദ, സ്ഥലം വെട്ടുപാറയാണ്, മലപ്പുറം ജില്ലയില്. ഞാൻ ഈ ഒരു മണി മൈൻഡ് സെറ്റില് പങ്കെടുത്തു. കുറഞ്ഞ എമൗണ്ടേ ഉള്ളൂ സാറ് പറഞ്ഞ പോലെ. ആദ്യം വിചാരിച്ചൊരു സംഭവം എന്താന്ന് വെച്ചാല് 1999 കൊടുത്തിട്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒരു കോഴ്സിന് ചേരണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാന് തീർച്ചയായിട്ടും എനിക്ക് തോന്നി അതിൽ ഞാൻ കയറി കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു തോന്നലും സാറിന്റെ ഒരുപാട് വീഡിയോസ് കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കയറി. ഇന്നിപ്പോ ഹാപ്പിയാണ് സാറേ. എല്ലാം കൊണ്ടും ഓരോ ദിവസങ്ങളും നമുക്ക് നല്ല നല്ല ഉണർവ് തന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ക്ലാസ് ആണ്. എല്ലാവർക്കും നല്ല എന്താ പറയാ ഉഷാറായിട്ട് പോവാനും ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം, നയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, ഒരു തിരിച്ചറിവ് ഓരോ കാര്യത്തിലും നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മണി മൈൻഡ് സെറ്റിൽ കയറാത്ത വ്യക്തികളുണ്ടെങ്കിലും എല്ലാവരും ആദ്യം അതിലൊന്ന് കയറിയിട്ട് പങ്കെടുക്കുക, അത്രേ പറയാനുള്ളൂ. ആരോ സംസാരിച്ചോ? സംസാരിക്കുന്നവരൊക്കെ പിന്നീട് ലാസ്റ്റ് സംസാരിക്കാം, ഈ ക്ലാസ് തീരില്ല. ആരോ സംസാരിച്ചോ? ശരി. അപ്പോ ഞാൻ പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്, എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമ്മൾ ആളുകളെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതുകൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മണി മൈൻഡ് സെറ്റും മറ്റുമൊക്കെ നമ്മൾ ആളുകൾ അറിയിക്കാതിരിക്കുകയാണെങ്കിൽ അത് ഹാപ്പി പാർക്ക് ചെയ്യുന്ന ഒരു ദ്രോഹമല്ലേ? ഒന്നുകൂടി സംസാരിച്ച് ആർക്കെങ്കിലും സംസാരിക്കാം. ദ്രോഹമല്ലേ? എസോർണോ? പറയൂ. സുബൈർ സാർ സംസാരിക്കും. സാറേ, ഞാനൊരു മാസമായതേ ഉള്ളൂ കേറിയിട്ട്. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മണി സെറ്റില് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നല്ല ബുദ്ധിമുട്ടായി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അപ്പൊ അത് കുറെ വ്യത്യാസം വന്നു, കുറെ കടങ്ങൾ വീടി, സാമ്പത്തികമായിട്ട് ഒക്കെ ഉഷാറായിട്ട് വന്നു. ഇപ്പൊ ഈ ട്രഷറിൽ ചേരണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് സംഗതി ഞങ്ങളെ അടുത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പം കടൽ തീരത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരു അനുഭവം ഉണ്ടാവില്ല, ഇത് കടൽ തീരാ വരുന്നത്, കാണണം നിർബന്ധമില്ലല്ലോ. അതേ ഒരു അനുഭവത്തിലേക്കാണ് ഇപ്പൊ എത്തിയത്. അനുഭവിച്ചാലേ അറിയൂ എന്നുള്ളത് ആൾക്കാർ പറഞ്ഞു. അതുപോലെയല്ല, ഇതിപ്പോ നമുക്ക് അനുഭവത്തിലേക്ക് വരാനുള്ളത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഓക്കെ ഓക്കെ ഹലോ ഓക്കെ ആന്റണി ഹലോ ഹലോ തോമസ് റേന കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. സാറേ, ഇത് ഇപ്പൊ ഹാപ്പി പാർക്ക് ഞാൻ ഇപ്പൊ ഒരു 2 മാസമായുള്ളൂ വന്നിട്ട്. ഇതൊരു ഹലോ കേൾക്കാം സാർ, കേൾക്കാം. ഇതൊരു ഫാമിലി വെൽഫെയർ സ്കീമാണ്, ഒരു സാമൂഹ്യ സേവന സാർ ചെയ്യുന്നത്. അത് ഒരു ജനങ്ങളുടെ അഭിവൃദ്ധിയും ദാരിദ്ര്യത്തിൽ അവരെ ഉയർത്താനും മൈൻഡ് സെറ്റ് മാറ്റാനും വളരെ ഉപകരിച്ചിട്ടുണ്ട്. ഞാൻ 2 മാസമായുള്ളൂ വന്നിട്ട്. ഇപ്പൊ മണി റിച്ച് മൈൻഡ് കേൾക്കുന്ന ആളാ. അപ്പൊ അതിലുപരി നമുക്കിത് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു ആവേശം, മനസ്സിലൊരു ധൈര്യം കിട്ടിയിട്ടുണ്ട് ഈ പ്രവർത്തനം ക്ലാസ് കേട്ടാ. പിന്നെ കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം കേൾക്കാം. സാറ് എത്ര വർഷം ജനപ്രതിനിധിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? ഞാൻ 10 വർഷം. ഓക്കെ. ഇപ്പൊ 69 വയസ്സായി. ടെലിഫോൺ ഓപ്പറേഷൻ അത്ര പിടിയില്ല. നിങ്ങളുടെ ആൾക്കാരെ മുഴുവനും എന്ത് ചെയ്യണം? അതൊരു സർവീസ് പോലെ ചെയ്യാം. നമുക്ക് ക്ലാസ് എടുക്കണം, മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യണം. പിന്നെ സാറേ ഒരു സംശയം, നമ്മൾ ഈ മൈൻഡ് സെറ്റ് ഇതെല്ലാം പഠിച്ച് ട്രഷറും എല്ലാം പഠിച്ചു കഴിഞ്ഞാലും ഒരു 5 സെന്റ് ഉള്ള ആൾക്ക് അവർക്ക് അവസരവും ഇല്ല, പൈസ ഇല്ല, അവൻ എങ്ങനെ ഇത് ധനിയനാവും? അത് ഉറപ്പാനാവുന്നുള്ളത് സംശയമൊന്നുമില്ല. അതാണ് നമ്മളെ പ്രശ്നം. നമ്മളോട് ചോദിക്കാനാ പറഞ്ഞ, മുട്ടുവീൻ തുറക്കപ്പെടുന്ന നമ്മൾ പറഞ്ഞ്, നമ്മൾ മുട്ടുകയും ചെയ്യും, എങ്ങനെ തുറക്കുന്ന ആലോചിക്കുകയും ചെയ്യാം. അത് നമ്മളെ പണിയല്ലല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നതെല്ലാം നമ്മളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിലാവുക. അത് അനുഭവിക്കണം സാർ. അതാണ് സാർ. ആന്റണി സാർ വളരെ സന്തോഷം. ഹാപ്പി അല്ലേ? ഇത് നമ്മുടെ ആളുകളോട് പറയാതിരിക്കുന്നത് ഒരു ക്രൂരതയല്ലേ ആന്റണി സാർ? സാറ് ഈ ലോകത്ത് നേരത്തെ ജനിക്കേണ്ടതായിരുന്നു. കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. സാറ് ഈ ലോകത്തെ നേരത്തെ എത്തേണ്ടതായിരുന്നു. കാരണം വെച്ചാൽ ഈ ലോകം കുറെ മാറിപ്പോയിക്കുന്നു. അപ്പോൾ ആ മാറ്റം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിക്ക് മുമ്പേ സാറ് ഇവിടെ അവതരിച്ചിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്തിനുണ്ടായാന്. കാരണം ഞാൻ സാറ് പറഞ്ഞില്ല, അന്ന് ഞാൻ പറഞ്ഞില്ലേ, പൊതുപ്രവർത്തനത്തിന് ഇറങ്ങി ഒരുപാട് സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നു, ലഹരിക്കെതിരെ പ്രവർത്തിച്ചു, ഇതൊക്കെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു. കൂടാണ്ട് ഞാൻ അടുത്ത ഇലക്ഷനിലേക്ക് ഒരു നിശ്ചയിച്ചേക്കണ് ഒരു പാർട്ടിയിൽ. 2 പാർട്ടി എന്നെ സമീപിച്ചു. അപ്പൊ അടുത്ത ഇലക്ഷനിൽ ഒരു പാർട്ടി എന്നെ നിർത്താൻ ഞാൻ അതിൻ്റെ അകത്ത് കമ്മിറ്റ് ചെയ്തു. കാരണം വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജയിച്ചിട്ട് വെറുതെ ജയിക്കാനല്ല, ഇതുപോലത്തെ നന്മകൾ ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കാനും നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ആക്കാനും. ഞാനിത് ഒരു ബീച്ചിലിരിക്കണം, അറബിക്കടലിന്റെ മുമ്പിലായിരിക്കുന്നത് ഇപ്പൊ. ഓക്കെ ഓക്കെ, വളരെ വളരെ സന്തോഷം ആന്റണി സാറേ. എന്താ പറയാ, ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് അവസാനം സംസാരിക്കാം. ഒരുപാട് ആൾക്കാർ സംസാരിച്ചാൽ സെഷൻസ് ലാസ്റ്റ് സംസാരിക്കാം മാഡം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്താ ചോദിക്കുകയാണെങ്കിൽ, ഓരോ മനുഷ്യന്റെയും ജീവിതം അകത്ത് ചില നിയമത്തിന് അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമത്തിന് തെറ്റൂല. ഏതുപോലെ എപ്പോഴും പറയും ഉദാഹരണം, നമ്മളിപ്പോൾ ഒരു സർജറി ചെയ്യുന്നത് എങ്ങനെയാണ്? നിയമത്തിന്റെ ബേസിലാണ്. ആ നിയമത്തിന് തെറ്റ് പറ്റിയാൽ മെഡിക്കൽ സയൻസ് പൂട്ടേണ്ടി വരും, മെഡിക്കൽ കോളേജ് പൂട്ടേണ്ടി വരും. വാന നിരീക്ഷണം തെറ്റുപറ്റാത്ത നിയമത്തിന്റെ ബേസിലാണ്. അതിന് തെറ്റുപറ്റിയാൽ ആസ്ട്രോളജി പൂട്ടേണ്ടി വരും. ഭൂമിശാസ്ത്രം തെറ്റുപറ്റാത്ത നിയമത്തിന്റെ ബേസിലാണ്. തെറ്റുപറ്റിയാൽ ജിയോഗ്രഫി പൂട്ടേണ്ടി വരും. ഇത് ഈ ജിയോഗ്രഫിയും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമല്ല, നമ്മുടെ അകത്തും ഇതിന് തത്തുല്യമായ ഒരു നിയമമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു 50 or 100 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി ഉണ്ട്. പക്ഷെ ഈ ഇലക്ട്രിസിറ്റിയുടെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ അത് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി അന്നും ഇന്നും ഒരുപോലെ എന്നതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകം നേരത്തെ പറഞ്ഞ പോലെ ട്രമൻഡസ് ആയിട്ടുള്ള ഒരു മാറ്റത്തിന്റെ പാതയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു ലോകത്ത് ഒരു കാര്യം, സകലത്തും പുരോഗതി, എവിടെ പോയാലും പ്രോഗ്രസ് ആൻഡ് പ്രോസ്പിരിറ്റി, എവിടെയും പ്രോസ്പിരിറ്റി.
ഈ പ്രോസ്പെരിറ്റി നമുക്കും ആസ്വദിക്കുവാൻ സാധ്യമാണ്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സാധ്യമാണ്. അതിന് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, ഈ പ്രോസ്പെരിറ്റിയുടെ നിയമം അത് മുമ്പുണ്ട്, ഇപ്പോഴുണ്ട്. പക്ഷെ ഇപ്പൊ അത് വളരെ എലാബറേറ്റഡ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ആസ്വദിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മളെയൊക്കെ വരിഞ്ഞു മുറുക്കിയ ഒരുപാട് ചങ്ങലക്കെട്ടുകളുണ്ട്. എന്താ ചങ്ങലക്കെട്ടുകൾ? നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ നിരന്തരമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ചങ്ങലകളെ പോലെ, ചങ്ങല കണ്ണികളെ പോലെ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. ഈ ചങ്ങലയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ലൈഫിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ എത്ര പഠിച്ചാലും, എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്താലും ഒരു അൾട്ടിമേറ്റ് സക്സസിലൂടെ എത്താൻ കഴിയില്ല. അതൊക്കെ ഒരു പരിമിതമായ ഒരു ഇട്ടാവട്ടത്തെ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ആ ചങ്ങലക്കെട്ടുകളെ മുഴുവനും, ചിന്താഗതികളെ മുഴുവനും അഴിച്ചു മാറ്റി ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ സമൃദ്ധിയുടെ നിയമം നിങ്ങൾ മുമ്പിൽ ഇതാ അവതരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഈ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. ഇത് നിങ്ങളോട് പറയുക എന്നത് എൻ്റെ ഒരു ദൗത്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 5ാമത്തെ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്യൂ. അപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഞാൻ ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നത് തന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ആളുകൾ ഒരു എഫേർട്ടും ഇല്ലാതെ ജീവിച്ചു പോകുന്നു, വിജയിക്കുന്നു. ഒരുപാട് എഫേർട്ട് വേറെ ചില ആൾക്കാർ വിജയിക്കുന്നു. എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരാൾ വിജയിക്കുന്നില്ല ചില ആൾക്കാർ. അതിന് കാരണം പുറത്തു അല്ല, അകത്താണ്. അവരുടെ മനസ്സാണ്. ഒരാളുടെ മനസ്സാണ് അയാൾ വിജയത്തിലെത്തിക്കുന്നതും പരാജയത്തിലോട്ട് കൊണ്ടുപോകുന്നതും. ഭൗതിക ലോകത്തുള്ളതുപോലെ തന്നെ നിയമം മാനസിക ലോകത്തുണ്ട്. മാനസിക ലോകത്ത് ഒരു നിയമമുണ്ടെന്നോ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ അറിയാത്ത ഒരാൾ, അത് അറിയുന്നില്ല എന്ന കാരണം കൊണ്ട് ഒരിക്കലും അയാൾ രക്ഷപ്പെടുകയില്ല. ഇലക്ട്രിസിറ്റിയെ പോലെ, മനസ്സിലായില്ലേ? കരണ്ടിനെ പോലെ. കരണ്ട് നമുക്കറിയോ ഇല്ലെന്ന് യാതൊരു ഇതുമില്ല. കരണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലഗിൽ കൈയിട്ടാൽ, അല്ലെങ്കിൽ ഇൻസുലിൻ ഇല്ലാതെ വയറിൽ തൊട്ടാൽ നമുക്ക് ഷോക്ക് അടിക്കുന്നത് പോലെ, അങ്ങനെ തന്നെയാണ് ആത്മീയമായ ലോകവും മാനസികമായ ലോകവും. നമ്മുടെ ചിന്തയും നമ്മുടെ എഫേർട്ടും ഇല്ലാതെ നമുക്ക് വേറൊരു സഹായം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ദൈവത്തെയൊക്കെ ആകാശത്തിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയോ നമ്മുടെ പാർട്ടിയിലെ ഒരു മെമ്പറിനെ പോലെയോ ഒന്നും ചിന്തിക്കാതിരിക്കുക. നമ്മുടെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മാറ്റി മറിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ. സോ നിങ്ങൾക്ക് ഇതാ ഒരു അവസരം വന്നിരിക്കുന്നു. ട്രഷറിന്റെ 5ാമത്തെ ബാച്ച് ഈ മാസം ഏപ്രിൽ 21 സ്റ്റാർട്ട് ചെയ്യാം. ഏപ്രിൽ 21 സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ട്രഷറിലൂടെ അങ്ങ് പോവല്ലേ ചെയ്യാം. നമ്മുടെ ലൈഫിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നതാണ് ആദ്യം. കാരണം ഒരു പ്രത്യേക ശാസ്ത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ആഫ്രിക്കക്കാരെ പോലെ, ഞാൻ എല്ലാ ആഫ്രിക്കക്കാരെയും ആക്ഷേപിക്കുകയല്ല, അതായത് അവർ തടീവന്മാരാണ്, പക്ഷെ നൂറ്റാണ്ടുകളോളം മറ്റുള്ളവരുടെ അടിമകളായി കഴിഞ്ഞു. ചെറിയ പ്രായത്തിൽ തന്നെ തൊലി കറുത്തതായി കൊണ്ട് നമ്മൾ ഇങ്ങനെയാണെന്ന ഒരു മനോഭാവം വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ളവൻ, അവൻ ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ലോ തെറ്റിച്ചു, വയലേഷനായി. അങ്ങനെ ജീവിക്കാൻ നിങ്ങളെവിടെ ആവശ്യമില്ല. നിങ്ങൾ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പുരോഗതി കൊണ്ടുവരണം, ഇവിടെ നേട്ടം കൊണ്ടുവരണം. ഇവിടെ വെറുതെ ചടഞ്ഞുകൂടി ഇവിടെ ദൈവം തന്ന ഈ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ഇങ്ങനെ മൂലയിൽ ഇരിക്കുന്നവരെ മുഴുവനും, അവർക്ക് മുഴുവനും ശിക്ഷിക്കപ്പെടും, അവർക്ക് മുഴുവൻ പണിഷബിൾ ആണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് അവരൊക്കെ ഈ അവസ്ഥയിലോട് പോയത്. പ്രത്യയശാസ്ത്രം മുമ്പിൽ വെച്ചുകൊണ്ട് യാതൊരു പരിധിയുമില്ലാത്തൊരു ജീവിതം നമുക്ക് ആസ്വദിക്കുവാൻ സാധ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിന് നിങ്ങളെ ഈ ഹാപ്പി പാർക്ക് വിളിക്കുകയാണ്. ഏപ്രിൽ 21 നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാ ആഴ്ചയും അതിനുശേഷം വേറെ ഒരു സെഷൻ ഉണ്ട്, അതിനുശേഷം വേറെ സെഷൻ ഉണ്ട്. 3 സെഷൻ ട്രഷറിന് മുമ്പുണ്ടാവും. അതിനുശേഷമാണ് ട്രഷർ എന്ന് പറയുന്ന ഈ മഹാ കോഴ്സിലോട്ട് നമ്മൾ കടക്കുകയുള്ളൂ. കാരണം അതിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം സെറ്റ് ആവണം. നമ്മുടെ ജീവിതത്തിൽ ചില ഭാഗങ്ങളായി തിരിച്ച് പ്രത്യേകിച്ച് ഒരു 30ഓളം ലക്ഷ്യങ്ങൾ, അതാണ് ട്രഷറിൽ നമ്മൾ ഗ്യാരണ്ടി പറയുന്നത്. അത് ലഭിക്കുമെന്നതിന് കാരണം അകത്തെ നിയമമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മൾ പാലിക്കുന്നത്. അപ്പൊ ലഭിക്കാണ്ടിരിക്കില്ല.
സോ ഇനി മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഒരാൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം, നമ്മളൊക്കെ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെയൊക്കെ എത്തിയത്. ഹാപ്പി പാർക്ക് തുടങ്ങാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണ് ഈ അവസ്ഥയിലെത്തിയത്. ഒരു വാച്ച് വാങ്ങാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനമാണ് ആ വാച്ച് എൻ്റെ അടുത്തെത്തിയത്. മൊബൈൽ വാങ്ങാൻ ഞാൻ എടുത്ത തീരുമാനമാണ് മൊബൈൽ എൻ്റെ അടുത്തെത്തിയത്. എന്നതുപോലെ ഈ ട്രഷറിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ എടുക്കുന്ന തീരുമാനമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. കാരണം നിങ്ങൾ ആ നിയമം പഠിച്ചെടുക്കുന്നു, യഥേഷ്ടം ജീവിതം ആസ്വദിച്ചുകൊണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ മുമ്പ് എങ്ങനെയായിരുന്നു? നമ്മളെ വരപ്രകാശ് സാർ, അദ്ദേഹം ഒരുപാട് ഒഴിഞ്ഞു മാറിയ ആളായിരുന്നു. എത്രത്തോളം ക്രൈസിലൂടെയാണ് അദ്ദേഹം കടന്നുപോയതെന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന് അതറിയൂ. മനസ്സിലായില്ല. ഒരുപാട് ആൾക്കാർ, ഞാൻ 1-2 ആൾക്കാരല്ല പറയുന്നത്, അവരാണിപ്പോൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സമാധാനത്തോട് സന്തോഷത്തോടു കൂടി ഇതിനെ പ്രചാരകരായിട്ട് മാറിയത്. ആദ്യമൊക്കെ എതിർത്തുകൊണ്ട്, എത്രയോ ആൾക്കാർ എതിർത്തുകൊണ്ട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ഇതിന് പ്രചാരകരായി മാറിയത് അനുഭവം കൊണ്ടാണ്. സോ ഇനി നിങ്ങൾ സംസാരിക്കാം. ഇത്രയൊക്കെ കേട്ടിട്ടും ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സമയമായിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം കാര്യമായിരിക്കും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എത്ര ആളുകൾക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? എന്താ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ അറിയേണ്ടതുള്ളത്? ഒന്ന് ചോദിച്ചു. ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇനി ചില ആൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും, എങ്ങനെയാണ് കോഴ്സ്, എത്ര ആൾക്കാർക്ക് താല്പര്യമുണ്ട്? യെസ്, ഇനി ഇതിന്റെ ഫീയും കാര്യങ്ങളൊക്കെയാണ്. സാറേ ഒന്ന് സംസാരിച്ചോളൂ. ക്യാൻ യു ഹിയർ? അതൊരു സാർ ഒന്ന് സംസാരിച്ചോളൂ. നിലവിലെ 4 ബാച്ചുകളാണ് ട്രഷർ ബാച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതില് 3 ബാച്ചുകൾ കഴിഞ്ഞു, 4ാമത്തെ ബാച്ച് റണ്ണിങ്ങിലാണ്. ഇനി 5ാമത്തെ ബാച്ചിലോട്ടാണ് രജിസ്ട്രേഷന് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ആക്കിയിരുന്നു. ഒരു ബാച്ചിൽ ഉള്ള ആളുകളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും റിച്ച്മണ്ട് സെറ്റ് 4-ലെ ആളുകൾ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ കൂടി ചെയ്തിട്ടുള്ളത്. പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ രജിസ്ട്രേഷൻ എത്ര ആളുകളാണോ ജോയിൻ ചെയ്യുന്നത് അത് വെച്ചിട്ട് ഇന്നത്തോടു കൂടി രജിസ്ട്രേഷൻ അവസാനിക്കും. ഇതൊരു 6 മാസത്തെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആണ് നടക്കുന്നത്. ട്രഷറി തുടങ്ങുന്നതിന് മുമ്പ് ഒരു 30 ഗോളുകൾ നിങ്ങളെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ച് അത് നേടിയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ആദ്യ ബാച്ചിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു ഇതൊന്നും ഒരു ഫീസ് അല്ല. അതേ അനുഭവം തന്നെയാണ് 4 ബാച്ചുകളും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ മുടക്കുന്ന മുതലിന് ഡബിളായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. 6 മാസം ഓൺലൈൻ ആയിട്ടാണ് ട്രഷർ പ്രോഗ്രാം നടക്കുന്നത്. ഓരോ മാസവും വെറും 10,000 രൂപ വെച്ച് 6 മാസങ്ങൾ കൊണ്ട് 60,000 അടക്കുന്ന രീതിയിലാണ് ട്രഷർ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് 5 ഓഫ്ലൈൻ സെഷനുകൾ എറണാകുളത്ത് വെച്ചോ കോഴിക്കോട് വെച്ചോ പങ്കെടുക്കാം. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ സംശയമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്താൽ അറിയിച്ചു തരാം. മൊത്തത്തില് നിങ്ങളെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന സംഗതി ഫീ മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ മാസവും 10,000 വെച്ച് 6 മാസങ്ങൾ കൊണ്ട് 60,000 അടച്ചു തീർക്കുന്ന രീതിയിലാണ് ട്രഷർ കോഴ്സിന്റെ ഫീ വരുന്നത്. ശരി, ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ ഫീയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു ഫീ ഓറിയന്റഡ് ആണ്. അതായത് നമ്മൾ ഈ ട്രഷർ കോഴ്സിൽ ഹാപ്പി പാർക്കുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ള ആൾക്കാരെ മാത്രമേ ജോയിൻ ചെയ്യൂ. കഴിഞ്ഞ ബാച്ചിൽ തന്നെ ഇപ്പൊ തന്നെ എത്രയോ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, ഇത് തുടങ്ങിയതിനു ശേഷം ചേരട്ടെ എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരോട് നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ നിയമമുണ്ട്. നമ്മൾ നിയമമാണ് പഠിപ്പിക്കുന്നത്. ഈ നിയമം വയലേഷൻ ചെയ്തു കഴിഞ്ഞാൽ ട്രഷറിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്, ഫീസൊക്കെ അടക്കുന്ന ആളാണ്, ഒക്കെ ശരി, നമ്മൾ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്യും. നമ്മളിതിൽ ഫീസിലോട്ടല്ല ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇത്രയെങ്കിലും ഇത് വാങ്ങിയിട്ടില്ല എങ്കിൽ ഇതിന് വില വെക്കില്ല.
ഇപ്പൊ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കൊടുക്കുന്നത് ഓഫ്ലൈൻ ആയിട്ട് ഇത് ട്രഷറിന് കൂടെ ഒരു ബോണസ് ആയിട്ട് നൽകുകയാണ്, സൗജന്യമായിട്ട്. EFT ബേസിക്, EFT അഡ്വാൻസ്, EFT മാസ്റ്റർ. ഈ 3 കോഴ്സിന് തന്നെ പുറമെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി, ഇത്രയും തുകക്ക് മുകളിലാവും. അങ്ങനെ വരുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഹാർമണി ഓഫ് റിലേഷൻഷിപ്പും റിച്ച്നെസ് മൈൻഡ് സെറ്റ്, ഇങ്ങനെ ഒരു 5 കോഴ്സുകളാണ് ഇതിലിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിന് പുറമെ ചില കോഴ്സ് നമ്മൾ കൊടുക്കും, അത് പിന്നീട് നമുക്ക് പറയാം. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഇത്രയെങ്കിലും നിങ്ങൾ ചെലവാക്കിയിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊന്നും ആവില്ല. നമ്മളൊക്കെ 2008, 2009, 2010 കാലഘട്ടങ്ങളിൽ ചെലവാക്കിയതിന്റെ ഒരു കണക്ക്, അന്നൊക്കെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. എന്റെ സാലറി എന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരുന്നു. അന്ന് 10,000 ലക്ഷങ്ങളൊക്കെ മുടക്കിയ ആളാണ് ഞാൻ. അനിലാൽ സാർ പറയൂ. അനിലാൽ സാർ ഇപ്പൊ ഞാൻ കാണുന്നുണ്ട് ട്രഷർ ബാച്ച് 4-ൽ പങ്കെടുക്കുന്നു. വാട്ട് യു ഫീൽ സാർ? ഇതിന്റെ ഫീസും ഇതിന്റെ ഫീസിന്റെ കാര്യമല്ല, ഞാനിത് ശരിക്കും ഇരുന്ന് ആലോചിക്കായിരുന്നു സാറേ. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു നമ്മൾ അന്നത്തെ എന്റെ ഒരു അവസ്ഥയും. ശരിക്കും പറഞ്ഞ ജനുവരി, ഡിസംബർ ആ കാലങ്ങൾ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ടൈം 3 മാസത്തെ എന്റെ ഒരു അവസ്ഥ വളരെ ദയനീയമായിട്ട്, ഞാൻ ഈ ലോകത്ത് പോലും ചിലപ്പോൾ ഉണ്ടാകില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു യാദൃശ്ചികമായിട്ട്, ഞാൻ ഹാപ്പി പാർക്കുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായിരുന്നു, യാദൃശ്ചികമായിട്ട് എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയം ആയതിന്റെ കാര്യം മാത്രം ഫോളോ ചെയ്യുകയും എനിക്കിതിൽ എത്തിപ്പെടാനും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും വളരെ വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതിന്റെ പ്രധാന കാരണം ഈ ട്രഷർ കോഴ്സിൽ വന്നതിന്റെ പേരിലാണ്. ഇല്ല, എന്റെ ജീവിതത്തില് ഞാൻ ശരിക്കും എന്താ എനിക്ക് തോന്നുന്നത്, എന്റെ സഹപ്രവർത്തകർ തന്നെ പറയുന്നു, മൊത്തത്തിലൊരു മാറ്റം. ശരിക്കും പറയാൻ അത്ഭുതകരമായിട്ട് എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാനും എന്നെ കൺട്രോൾ ചെയ്യാനും എനിക്കുള്ള കൈപ്പിടിയിൽ ഒതുക്കാനും എനിക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ബാക്കി സമ്പത്തിന്റെ കാര്യത്തിനകത്തോട്ടൊന്നും ഇപ്പൊ എനിക്ക്, അന്ന് ഞാൻ സമ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞ സമ്പത്ത് കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇതിലേക്ക് വന്നതെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ വളരെ വളരെ രീതിയിലേക്ക് ഇന്ന് ഞാൻ മാറി. ഞാനവിടെ വഴിക്ക് അനിലാൽ സാർ, സമ്പത്ത് കിട്ടുന്നില്ലേ? സമ്പത്ത് വിട്ടു. നമ്മളിപ്പോ സമ്പത്തിന്റെ ആവശ്യത്തിന് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ, അത് വന്നോളൂല്ലോ. അതിനകത്ത് എനിക്കൊരു വലിയ, അതിലായിട്ട് നമ്മൾ ഫോക്കസ്, അതിനെക്കാട്ടും വലുതല്ലേ സാറേ നമ്മളിപ്പോ ചെയ്യുന്ന ഈ ട്രഷറിലെ ഏറ്റവും വലിയ ഭാഗങ്ങൾ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്, നമുക്ക് ശരിക്കും ഒന്നും അറിഞ്ഞൂടാ. സാധാരണക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും എല്ലാം ആയിരുന്നു എന്നുള്ളത് ഇപ്പം ബോധ്യപ്പെടുന്നു. ശരിക്കും നല്ല ഒരു നേതൃത്വം, ഒരു ഗുരുവിന്റെ കീഴിൽ നമ്മുടെ ജീവിതത്തെ അഭ്യസിച്ച് നമ്മുടെ ജീവിതം അതിമനോഹരമാക്കാനും മറ്റുള്ളവർക്ക് പ്രയോജനവും ആക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറിക്കൊണ്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ ഭാഗം. ഇതിനകത്ത് നമുക്കൊരു പുസ്തകം വായിച്ചാലോ അല്ലെങ്കിൽ ഒരു എന്താണ് അതിന് പറയുന്നത്, ശരിക്കും ഒരു കോഴ്സിൽ പങ്കെടുത്താലൊന്നും കിട്ടുന്ന ഒരു പ്രയോജനം അല്ല ഇതിൽ കിട്ടുന്നത്. എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാകത്തില്ല. സാധാരണ ഒരു കോഴ്സിൽ പെട്ട നമ്മൾ പിന്നീട് അത് എവിടെങ്കിലും ഒന്ന് കേൾക്കാം, ഇത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്, അത് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് അതിന്റെ ജീവിതത്തിൽ പകർത്താൻ ഒരിക്കലും കഴിയില്ല. പക്ഷെ ട്രഷറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ അതൊരു പ്രചോദനമാവുകയാണ്. അത് പകർത്തുവാൻ വേണ്ടിയിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അത് നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങളുടെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുകയാണ്. നമ്മുടെ മാറ്റം, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഒരു വേദന ഉണ്ടായിട്ട് ഏകദേശം ഞാൻ പറയുകയാണ് ഇപ്പം 3 മാസം കഴിഞ്ഞു. മനസ്സൊന്ന് വേദനിച്ചിട്ട് 3 മാസം കഴിഞ്ഞു. അത് സത്യമാണ്. കാര്യം ഒന്നുമില്ലായ്മ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കോഴിക്കോട് പ്രോഗ്രാമിന് വരുന്നതിന് മുമ്പും ഒക്കെ എനിക്ക് ചെറിയ പ്രോബ്ലങ്ങൾ, ഇച്ചിരി ഫിനാൻഷ്യൽ പ്രോബ്ലം വന്ന് കയറി. അത് അവിടെ ഇവിടെയുള്ള പൈസകൾ കയ്യിലോട്ട് വരാതൊന്ന് ബ്ലോക്കായി. പക്ഷേ ആ ടൈം ആയപ്പോഴത്തേക്കിന് പൈസകളെല്ലാം വരികയും ചെയ്തു. ഓക്കെ, നമ്മൾ അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുത്തുമില്ല, ഒരു പ്രശ്നവുമില്ല, നമ്മളെല്ലാം പ്ലാൻ ചെയ്തു. ഓക്കെ, എനിക്ക് ഇതിനകത്ത് ഇത് കേൾക്കുന്നവരോടൊക്കെ ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇതിനകത്ത് ഒരു കാരണവശാലും മാറി നിൽക്കുകയൊന്നും ചെയ്യരുത്. നിങ്ങളെ എങ്ങനോ ആരോ ഇവിടം വരെ തട്ടി കൊണ്ടുവന്ന് ഇതിന്റെ വക്കിൽ നിർത്തിയേക്കാണ്. ഒരു വലിയ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അതിഭയങ്കരമായ ഒരു കോഴ്സിന്റെ ഭാഗമാണിത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇതിന് നമ്മൾ സാർ ഈടാക്കുന്ന ഫീസ് വളരെ തുച്ഛമായ ഫീസാണ്. കാരണം ഈ പറയുന്ന എമൗണ്ട് ഒന്നും ഒരു ചെറിയ ഇങ്ങനൊരു പ്രോഗ്രാമിന് വാങ്ങിയ പോരാ. കാര്യം ഇത്രയും ദിവസം അനുഭവത്തിൽ തന്നെ ഞാൻ കൊടുത്ത പൈസ എനിക്ക് മുതലായെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം 20,000 22,000 രൂപയ്ക്കൊക്കെ ഞാൻ പോയി ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുള്ള ആളാണ്.
ഇപ്പൊ തന്നെ നമുക്ക് ഇത്രയും ദിവസങ്ങളിൽ നടന്ന പ്രോഗ്രാമിന്റെ ആ പ്രോഗ്രാം മതിയല്ലോ. ശരിക്കും പറഞ്ഞ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ചെലവാക്കുന്ന പൈസയുടെ നല്ലൊരു ഭാഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മള് ഹാപ്പി പാർക്കിനൊപ്പമായി ഇനിയിപ്പോ പൈസ ചെലവാക്കിയാലോ അല്ലെങ്കിൽ ചെലവാക്കുന്നതിലൊന്നും അതിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. കാര്യം ഹാപ്പി പാർക്കിലൂടെ തന്നെ സാറ് പറഞ്ഞു തന്ന ആ ഒരു മെത്തേഡിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നതിന്റെ പേരിലാണ് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നത്, നമ്മൾക്കുണ്ടാക്കുന്ന മാറ്റങ്ങൾ, നമ്മളുടെ ചിന്താഗതികൾ മാറുന്നത്. മറ്റേത് നമ്മൾ ഇങ്ങനൊന്നും അല്ലായിരുന്നു ചിന്തിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഒരു 100 രൂപ കിട്ടാൻ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ലക്ഷങ്ങൾ കിട്ടാനാണ് ചിന്തിക്കുന്നത്. വെരി ഗുഡ്. അതാണ് പ്രസന്റ് ഒരു പ്രത്യേകത. 100 രൂപ നേരത്തെ 100 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു 500 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 1000 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിന്തിച്ചെടുത്ത് ഇന്ന് നമ്മൾ അതൊന്നും അല്ല ചിന്തിക്കുന്നത്. അത് പറഞ്ഞാലൊന്നും അത് മനസ്സിലാവത്തില്ല. ശരിക്കും പറഞ്ഞാലൊന്നും നമ്മുടെ ചിന്തയിൽ ഇങ്ങനെയൊക്കെ ഒരു സാധനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രഷറാണ്. മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മറ്റ് പല പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാമിന് മാത്രം ഏതാണ്ട് 2012 24,000 രൂപ ചെലവാക്കിയ ആളാണ്. അപ്പൊ ആ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രഷറിനുള്ള തുച്ഛമായ പൈസ, വളരെ തുച്ഛമായിട്ടുള്ള ഒരു പൈസ എന്ന് വെച്ചാൽ നമ്മളൊരു ആ പ്രോഗ്രാമിന് തന്നെ വന്ന് നമ്മളൊരു ഹാളിൽ ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുകയും നമ്മുടെ ഫുഡ് ഉൾപ്പെടെയുള്ള ചെലവുകൾക്ക് തന്നെ എത്ര ആവുമെന്ന് ശരിക്കും എനിക്ക് കണക്ക് കൂട്ടാൻ ഏകദേശം ധാരണയുണ്ട്. കാര്യം അത് 100%. അപ്പൊ ഇത് ജനങ്ങൾക്കൊരു സേവനം എന്നുള്ള രീതിയിൽ തന്നെയാണ് സാർ ഇത് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനകത്തോട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറി നിൽക്കുക, എത്രയും പെട്ടെന്ന് കയറി നിന്ന് ഇതിന് വേണ്ടുന്ന ഒരു തുടങ്ങാൻ, എത്രയും പെട്ടെന്ന് ഇത് തുടങ്ങാനും ഓടിച്ച് ഞങ്ങളോടൊപ്പം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും നിങ്ങൾക്കും കിട്ടുന്നതിന് ഈശ്വരാനുഗ്രഹം എല്ലാം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഇതൊരു വലിയ തുകയായിട്ടൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത് എന്റെ അഭിപ്രായത്തിൽ. അങ്ങനെ ഒരു തുകയാണെന്നും അല്ല ഇത്. വല്ല 6 മാസത്തേക്കുള്ള ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്നു എന്നുള്ളത് മാത്രം ഇതിനകത്ത് ചിന്തിച്ചാൽ മതി. നമുക്ക് നമ്മളെ പഠിക്കാൻ വേണ്ടി, നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി, നമ്മുടെ ഉള്ളറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ഒരു എമൗണ്ട് ആയിട്ടേ കാണാവൂ. അല്ലാതെ നമ്മളിതൊരു ഫീസായിട്ടൊന്നും കാണരുത്. എനിക്ക് അങ്ങനെ ഒന്നും ഒരു തോന്നലേ വന്നിട്ടില്ല ഇന്ന് വരെ. ശരിക്കും പറഞ്ഞാൽ സാർ ഇത് തുടങ്ങുമ്പം ഞാൻ പറയുമല്ലോ 1050 രൂപയാണ് എന്റെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത്. 1050 രൂപയാണ് എന്റെ അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുന്നോണ്ട് 4 പേരുടെ പ്രശ്നങ്ങൾ തീർത്ത് കടയായിട്ട് ബന്ധപ്പെട്ട് എന്റെ കടയുടെ തൊട്ടടുത്താണ് ഞാൻ വരും കുളിക്കാതെ കടയ്ക്കാത്ത ഒരു കാറാകത്തോണ്ട് ഈ പുറത്തിരുന്ന് വരുന്നവരെ വരുന്ന ആളുകൾ കൈകാര്യം ചെയ്തോണ്ടിരിക്കുക. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമായി. നമുക്ക് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ മാറി. പൈസ എന്നൊരു വലിയ പ്രശ്നം, വലിയ ജീവിതത്തിൽ ഒരു വലിയ കാര്യമൊന്നും അല്ല. നമുക്ക് അതിലും വലുതാണ് നമ്മളെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. പണം എല്ലാം ഇനി വന്നോളും, അതൊരു വലിയ വിഷയമല്ല. ശരിക്കും അതല്ലേ സാറേ? ശരിക്കും സാറ് പൈസ ഉണ്ടാക്കാൻ മാറിക്കഴിഞ്ഞാൽ പണം ഒഴുകി വരും 4 ഭാഗത്തും. സാറിന് ഇപ്പൊ കച്ചവടമൊക്കെ നന്നായി കൂടിയില്ലേ? നേരത്തേക്കാളും ബിസിനസ് ഒക്കെ ഒരുപാട് കൂടിയില്ലേ? കച്ചവടം മാറി എന്നല്ല സാറേ, നമുക്ക് ആ ഒരു നമ്മുടെ മൈൻഡ് മാറി. നേരത്തെ ഒരു ആക്രാന്തം പിടിച്ചായിരുന്നില്ല, ഗ്രഹണി പിടിച്ച പിള്ളേരെ മുമ്പിൽ ചക്കക്കൂട്ടാൻ കിട്ടിയണൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്താഗതി. ഇപ്പൊ അതങ്ങ് മാറിയിട്ട് നമുക്കുള്ളത് നമ്മുടെ കയ്യിലോട്ട് വന്നിരുന്നുണ്ട്. അതേ മതി. നമുക്ക് വളരെ സന്തോഷമാണ്. അതായത് പണത്തോടുള്ള ആർത്തി പോയി, പക്ഷെ ആവശ്യത്തിന് പണം വന്നുകൊണ്ടിരിക്കുന്നു, ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നു. പണം ഒരുപാട് ഉണ്ടായാലും ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഗുണമില്ല. മനസ്സിലായില്ലേ? അതിനു വേണ്ടി മാത്രം ആഗ്രഹിച്ചോടുമായിരുന്നു. ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടാതിരിക്കും, ചിലപ്പോ കൈനഷ്ടം വരും, ചിലപ്പോ കിട്ടിയതെല്ലാം കൂടെ പോകുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ആവശ്യമില്ലാത്ത ബാധ്യതകൾ വരുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ. ഈ 6 മാസം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാണ് 1 രൂപയുടെ ബാധ്യത ഇതുവരെ വന്നിട്ടില്ല. അത് സാറ് ആലോചിച്ച് നോക്കണം. 1 രൂപയുടെ ബാധ്യത വന്നില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ കടമെന്ന് പറയുന്ന രീതിയിൽ ഒരു രീതിയിലും തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നില്ല. അത് അങ്ങ് ബ്ലോക്കായി. അതിന് ഓപ്പോസിറ്റ് പൈസ വരുന്നുണ്ട്. വളരെ സന്തോഷം അനിൽ സാറ്. വളരെ സിൻസിയർ ആയിട്ട് അത് നിങ്ങൾക്ക് ഗുണം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ചില രസകരമായ സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പല പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ആൾക്കാരുടെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് നേരത്തെ ഹാപ്പി പാർക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ എന്ന് വരെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ല? എങ്ങനെയാണ് ആളുകൾ ആ രൂപത്തിൽ എന്നാലും ഇതോട് വരാൻ റെഡിയല്ല? മനസ്സിലായില്ല? ഇതൊക്കെ ആളുകൾക്ക് ഹാപ്പി പാർക്ക് പറയിപ്പിക്കുന്നതാണ് എന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അവരെ കുറിച്ചൊക്കെ എന്താ പറയാനുണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്? ഹലോ അങ്ങനെ ചിന്തിക്കുന്നവര് ഹാപ്പി പാർക്കിന്റെ അല്ല ഈ ട്രഷറിലോട്ട് വരാൻ സാധ്യതയില്ല സാറേ. കാരണം എന്താ പറയാ, നമ്മളിനി എത്ര കോടികളുണ്ടെന്ന് പറഞ്ഞാലും
നമുക്ക് ഇന്ന് കഴിക്കാനുള്ള അതിന്റെ ആഹാരത്തിന്റെ പുറത്ത് നമ്മുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്, എന്നാലേ പറ്റൂ. അതുപോലെ തന്നെയാണ് ഇത്. ഇത്രയും വരെ ഇതിന്റെ പടിവാദത്തിൽ എത്തി നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാക്കാൻ സത്യസന്ധമായിട്ട് പറയുന്നതും പഠിച്ചു പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാര്യം ഞാൻ അനുഭവസ്ഥനാണല്ലോ. കഴിഞ്ഞ 4ാമത്തെ ബാച്ചിൽ ഞാൻ വരുമ്പോൾ ഞാൻ അന്നാണ് ആദ്യമായിട്ടൊരു സൂം മീറ്റിംഗിൽ പിന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിൽ ആ സൂം മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. എനിക്ക് അന്നേരം ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് കേട്ടപ്പോൾ എനിക്ക് അതിന്റെ സത്യാവസ്ഥ ശരിക്കും മനസ്സിലായി. നമ്മൾ പഠിച്ചു പറയുന്നത് കാര്യം നാളെ നമ്മളെല്ലാം ഒരുമിച്ച് കാണേണ്ടവരാണ്. അവിടാണ് വാസ്തവം, അതാണ് സത്യം. ഇപ്പൊ ഞാൻ പറയുമ്പോഴും ഇതിൽ എനിക്ക് മുമ്പ് പഠിച്ചവരുണ്ട്. ഏതെങ്കിലും ഒരാളോട് ഇങ്ങനെ പറയണമെന്ന് ഹാപ്പി പാർക്കിന് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അതോടുകൂടി അദ്ദേഹം തന്നെ 100 പേരോട് പറയില്ലേ ഫേക്ക് ആണെന്ന് പറയില്ലേ? നമുക്ക് കിട്ടിയത് പറയുന്നതിന് ഉറക്കം വിളിച്ച് പറയുന്നതിന് യാതൊരു സംശയമില്ല. കാര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സന്തോഷവും വലുതാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്നത്തെ സെഷനിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സിന്റെ ചോദിക്കാം. അപ്പോ 5 ഓഫ്ലൈൻ സെഷൻസുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള ട്രഷർ എന്ന് പറയുന്ന കോഴ്സ് തന്നെയാണ് ഏറ്റവും പവർഫുൾ. വിദേശത്തുള്ള ആൾക്കാർ ചിന്തിക്കും സാറേ നമുക്ക് ഓഫ്ലൈൻ പങ്കെടുക്കാൻ, നിങ്ങൾക്ക് അത് ഫ്രീ ആണ്. നാട്ടിൽ വരുമ്പോൾ ആ പ്രോഗ്രാംസ് നാട്ടിൽ നടക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പങ്കെടുക്കാം. ഏറ്റവും വലുത് ട്രഷറാണ്. സത്യത്തിൽ ഞാനത് ഈ ഓഫ്ലൈൻ കൂടി അവർക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ ഒരു കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ റിയലി ഈ EFTയുടെ 3 ക്ലാസ് തന്നെ ഈ ഫീസിനുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആണ്, യാതൊരു സംശയമില്ല. ശരി, അപ്പോൾ അബ്ബാസ് സാറൊക്കെ ഇവിടെയുണ്ട്. അബ്ബാസ് സാറെ ഹാപ്പി ആയിരിക്കുന്നില്ലേ? അബ്ബാസ് സാർ ട്രഷർ ബാച്ച് 2 അല്ലേ സാർ? 3യോ? 3 ആണ് സാറേ. ഹാപ്പി ആയി പോകുന്നില്ലേ? ഓ, വളരെയധികം സന്തോഷം. നമ്മുടെ സ്വപ്നങ്ങൾ പലതും ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ ഹാപ്പിയാണ്. സന്തോഷം. പ്രീതി സത്യൻ പുറത്തോട്ട് നടക്കുന്നു, 4ാമത്തെ ബാച്ചാണ്. എന്ത് പറയുന്നു? ഹാപ്പി ആയി പോകുന്നില്ലേ? ഓണാക്കൂ, മൈക്ക് ഓണാക്കൂ. പറയാൻ വാക്കുകളൊന്നുമില്ല സാറേ, വളരെ ഹാപ്പിയാണ്. വളരെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ മണി മൈൻഡ് സെറ്റിലൊക്കെ പങ്കെടുത്തിട്ട് പെട്ടെന്നാണ് അതിന്റെ ഒരു എഫക്റ്റ്. എനിക്ക് ആ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പെട്ടെന്ന് ആ ലോണുകളൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റി. എനിക്ക് ഇന്ന് ഞാനത് മറക്കണില്ല. അത് കാരണം എനിക്കത് അതിനുശേഷം എനിക്ക് ഭയങ്കര എനർജി ഒക്കെ കുറച്ച് ഹൈ ആയ പോലെ, വൈബ്രേഷനൊക്കെ ഇങ്ങോട്ട് കൂടിയ പോലെ. നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ സക്സസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോൺഷ്യസ് പോയിന്റ് ഒക്കെ ഉയർന്ന പോലെ തോന്നും. അപ്പൊ നമുക്ക് സ്വയം നമ്മളോട് തന്നെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും. അപ്പൊ അങ്ങനെ ഹാപ്പി ആയിട്ട് പോണു. ട്രഷറിലൂടെ പോയപ്പോ നിങ്ങളെ ബോധമൊക്കെ മാറിയില്ലേ? കാഴ്ചപ്പാടൊക്കെ മാറിയില്ലേ? അനുഭവങ്ങളൊക്കെ മാറിയില്ലേ? കാഴ്ചപ്പാട് ഒരുപാട് വ്യത്യാസമായി. നമ്മൾ ചിന്തിച്ച കാര്യങ്ങളൊക്കെ വളരെ തെറ്റാണ്. പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. മനസ്സിന്റെ ചിന്തകൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. അതൊക്കെ സാറിന്റെ ഈ ക്ലാസ്സിലൂടെ കിട്ടിയ അറിവ് ചില്ലറയല്ല. അപ്പൊ ഇനിയിപ്പം നമ്മളൊക്കെ പകുതിയിൽ നിക്കണല്ലേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകാൻ നിക്കണുള്ളൂ. അപ്പൊ പകുതി യാത്ര ചെയ്യാൻ. ആ. ഓക്കെ, വളരെ സന്തോഷം. മാത്രമല്ല അവർക്ക് EFTയുടെ അഡ്വാൻസ് ലെവൽ ഇപ്പോ മെയ് 10, 11 തീയതികളിൽ എറണാകുളത്തും കോഴിക്കോടും നടക്കുന്നുണ്ട്. പുതിയ ബാച്ചിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിന്റെ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 18-നാണ്. EFTയുടെ ഓഫ്ലൈൻ പങ്കെടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത്. ട്രഷർ സ്റ്റാർട്ട് ചെയ്തത് ഏപ്രിൽ 21-നാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ട്രഷർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ഏത് കാര്യവും സ്ട്രിക്റ്റ് ആണ്. ആ സ്ട്രിക്റ്റ് ആകുന്നത് കൊണ്ട് തന്നെയാണ് അത് വിജയിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് നമുക്ക് ട്രഷർ കോഴ്സിൽ നിന്നും ആരെങ്കിലും ഒരാൾ തെറ്റിപ്പോയതായിട്ടില്ല. നമ്മൾ ചില ആൾക്കാരെ മാറ്റി നിർത്തും, അടുത്ത ബാച്ചിലോട് വന്നാൽ മതി. കാരണം അത് നമ്മുടെ ഒരു ബോധ്യത്തിന് അടിസ്ഥാനത്തില്ല. അവർ അടുത്ത ബാച്ചിൽ വരികയും വിജയിക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയ ഒരാൾ ഉണ്ടെങ്കിൽ ഉറപ്പാണ്, നേരത്തെ അനിൽ സാർ പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്രയും ബാച്ച് കഴിഞ്ഞപ്പോൾ അവരെ അഡ്രസ്സ് പിന്നെ ഉണ്ടാവില്ല. എന്തുകൊണ്ടുണ്ടാവില്ല? തെറ്റിപ്പോവില്ല അവര്. കാരണം നമ്മൾ പഠിക്കുന്ന ഈ നിയമമാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾ നിൽക്കുമ്പോൾ കാളവണ്ടി യുഗത്തിലാണ് ആൾ ജീവിക്കുന്നത്, യാതൊരു സംശയമില്ല. അപ്പോ ഇതൊരു ഒരു എന്താ പറയാ, ഒരു അവസരമാണ്, ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ ഉള്ള ഒരു സ്പെഷ്യൽ കോഴ്സാണ് ഈ ട്രഷർ. സോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ സാറേ ഒന്ന് സംസാരിച്ചോളൂ, വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ കരീം സാർ,
ഈ ചാറ്റ് ബോക്സിൽ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതില് താല്പര്യമുള്ള ആളുകള് ജോയിൻ ചെയ്യുക. ഇനി ഗ്രൂപ്പ് കാണാത്ത ആളുകള് നിങ്ങൾ അഡ്മിനുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഒരിക്കൽ കൂടി പറയുന്നു, ഇതൊരു മണി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. കരീം സർ ഇതുവരെ ആരെയും നന്നാക്കിയിട്ടില്ല. കരീം സർ ഒരു മജീഷ്യനും അല്ല. ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് റിസൾട്ട് കിട്ടും എന്നത് ഹാപ്പി പാർക്ക് നൽകുന്ന ഒരു ഗ്യാരണ്ടിയാണ്. വർക്ക് ചെയ്യാത്തവരെ അറിഞ്ഞാല് അവരെ നമ്മൾ അടുത്ത ബാച്ചിലോട്ട് മാറ്റി ഈ ബാച്ചിൽ നിന്നും പുറത്താക്കുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത്. ഇതില് ജീസൻ ഉണ്ടോ എന്നറിയില്ല. ജീസൻ ഒരു 3 മാസം മുമ്പ് വീണ് കാലിന് പരിക്കായി ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടും ജീസൻ അടുത്ത ബാച്ചിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം ജീസന് ആ വർക്കുകള് 1-2 മാസം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ചെയ്യാതെ വന്നാൽ ജീസന് റിസൾട്ട് വരില്ല എന്ന് ഹാപ്പി പാർക്കിന് ബോധ്യമുള്ളത് കൊണ്ടാണ് ജീസനെ അടുത്ത ബാച്ചിലോട്ട് മാറ്റിയത്. അതുപോലെ വർക്ക് ചെയ്യുന്ന കാര്യത്തിലും നിങ്ങൾ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യാൻ കഴിയുന്നവർ മാത്രം ഈ ട്രഷർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നേ. ഞാൻ പ്രവാസിയാണ്, ഇപ്പൊ നാട്ടിലാണ്. ഇതില് ഹാപ്പി പാർക്കിൽ വന്നിട്ട് 10-15 ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഈ മാസം ഇൻഷാല്ലാ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ട്രഷറില് ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ടൈമും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവോ? യെസ്, അതായത് രാത്രി 8 മണിക്കാണ് ഇതിന് ക്ലാസ് ഉണ്ടാവുക. ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ റെക്കോർഡിങ്ങും ഉണ്ടാവും. അപ്പോൾ ചില ആൾക്കാർ നമ്പർ ചോദിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. റെക്കോർഡിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഡോണ്ട് വാണ്ട് വെരി ടെൻഷൻ. കുവൈത്തിലുള്ള ആൾക്കാരുണ്ട്, സൗദിയിലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക ഉസ്ബെക്കിസ്ഥാൻ, അതുപോലെ നേരത്തെ നൈജീരിയ, UK, US, അമേരിക്ക, ഇസ്രായേൽ. ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ മിസ് ആവൂലേ? ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, അതിന്റെ ഓൺലൈൻ ഉണ്ടാവും. ഇപ്പം EFT ആണെങ്കിൽ അതിന്റെ ഓൺലൈൻ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. സെയിം ആണ്. റിസൾട്ട് ഒക്കെ ആ രീതിയിൽ തന്നെ കിട്ടുമല്ലോ അല്ലെ? ഓഫ്ലൈൻ ഞാൻ ചോദിക്കട്ടെ, EFTയുടെ ഓൺലൈനിൽ പങ്കെടുത്ത ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടോ? EFTയുടെ ഓൺലൈനിൽ പങ്കെടുത്ത ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടോ? ഓൺലൈനിലും പങ്കെടുത്തിട്ടുണ്ട്, ഓഫ്ലൈനിലും സംസാരിക്കും. എങ്ങനെയുണ്ട് സാറേ, ഓൺലൈനിൽ പങ്കെടുത്തിട്ട് മാറ്റം ഉണ്ടായോ ഇല്ലേ? ഉണ്ട്, രണ്ടും ഒരുപോലെ തന്നെ ഒരേ രീതിയിൽ തന്നെ ഫീൽ ചെയ്തു. അതിനുവേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവണം എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഇനി ആരാ ഉള്ളത്? സാറ് പറഞ്ഞ പോലെ വേറെ ഓൺലൈനിൽ പങ്കെടുത്തിട്ട് EFTയുടെ ഓൺലൈനിൽ പങ്കെടുത്താണെങ്കിലും വേറെ ഉണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു അത് പങ്കെടുത്തിട്ട്, ഓൺലൈനിൽ പങ്കെടുത്തിട്ട്? രണ്ടും ഒരുപോലെ തന്നെ. വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് മാറ്റമൊന്നുമില്ല. ഓൺലൈനിൽ പങ്കെടുക്കാം, ഓഫ്ലൈനിൽ പങ്കെടുക്കാം. അതുപോലെ തന്നെ ഇനി ഓൺലൈനിൽ പങ്കെടുത്താലും നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റ് റെഡി ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയവും ട്രഷർ ബാച്ച് ഇന്ന ബാച്ചിൽ പങ്കെടുത്ത ആളാണ്. ഇപ്പോ നമ്മുടെ ഷെരീഫ് സാറ് ട്രഷർ ബാച്ച് ഫസ്റ്റിൽ പങ്കെടുത്ത ആളാണ്. നമ്മുടെ കോഴ്സിൽ വരുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ ലൈഫ്, അദ്ദേഹത്തിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. വളരെ പതറ്റിക് ആയിരുന്നു. അദ്ദേഹം ഫസ്റ്റ് ബാച്ചിലുള്ള ആളാണ്. ഇപ്പൊ 3ാമത്തെ ബാച്ചിന്റെ കൂടെയാണ് പുള്ളിക്കാരൻ ഒരു ഓഫ്ലൈൻ ചെയ്തത്. ബാക്കിയൊക്കെ പുള്ളിക്കാരൻ ട്രഷർ മാത്രം ചെയ്തു. ഓഫ്ലൈൻ പ്രോഗ്രാം ചെയ്തത് ഒന്ന് മലപ്പുറത്ത് ഒരു പ്രോഗ്രാമും പിന്നെ 1-2 പ്രോഗ്രാംസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓൺലൈനിലാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ലൈഫ് ട്രമൻഡസ്ലി മാറി. ദുബായിൽ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വെച്ചടി ഒരു 5000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി. എന്താ പറയാ, എപ്പോഴും ട്രഷർ ബാച്ച് ഫസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഏതോ ഒരു നേട്ടം കുറിച്ച് അദ്ദേഹം എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന്റെ യൂട്യൂബിലെ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതുകൊണ്ട് വിദേശത്തുള്ള ആൾക്കാർ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. ദേ ഓൾസോ ക്യാൻ അറ്റൻഡ് ദിസ് പ്രോഗ്രാം. ഓക്കെ സാറേ നമസ്കാരം. ഞാൻ റിച്ച് മൈൻഡ് സെറ്റിലാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തില് സ്വയത്തെ മനസ്സിലാക്കുക സാറ് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമാണ്.
ആ സ്വയത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നേരിടാനുള്ള ഒരു എനർജി കിട്ടാനുള്ള ഒരു സംഗതിയാണ് സാർ പഠിപ്പിച്ചിരുന്നത്. ബാക്കിയൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ശരിക്കും ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ആരോ അയച്ചു തന്ന ഒരു ലിങ്ക്, അത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയോ വന്ന് അങ്ങനെ ഒരു സംഗതിയിലേക്ക് വന്നു പെട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം എന്ന് എനിക്ക് അറിയില്ല. പിന്നെ മറ്റൊന്ന് എനിക്ക് പങ്കുവെക്കാനുള്ളത്, ഞാനിപ്പോൾ ട്രഷറിൽ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഹാപ്പി പാർക്കിന്റെ ആനുവൽസറി പ്രോഗ്രാമിൽ അന്ന് അവിടെ ഓരോരുത്തരുടെയും ട്രഷറിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ഫോണിലൂടെ ഒക്കെ കേൾക്കുമ്പോൾ ഇതെന്താ സാറ് തന്നെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് തോന്നും. പക്ഷെ നമ്മുടെ നേരിട്ട് കാണുമ്പോൾ അവിടെ ഹൃദയത്തിൽ നിന്ന് അത് വെറും സാമ്പത്തികമായ ഒരു മാത്രമല്ല, അവരുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ട് അടിമുടി മാറിയിട്ട് ജീവിതം തന്നെ ഒന്ന് അത്ഭുതകരമായി മാറ്റാം. അത് ഒരു സാധാരണക്കാരന്റെ വായിൽ നിന്ന് ഒരു ടൈലർ ആയിരുന്ന ഒരു ലേഡി അവിടെ അവരുടെ അനുഭവം പങ്കുവച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്നു. കാരണം അവരൊരു രോഗത്തിന്റെ വക്കിൽ, ഇപ്പൊ അതുപോലൊരു അവസ്ഥയിലാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു വലിയൊരു വിഭാഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ശാരീരികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതിനെയൊക്കെ മറികടക്കാനുള്ള എനർജി കിട്ടുന്ന ഒരു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ മീറ സാറിന്റെ ഇത് ഓണായി പോയതാണ്. ശരി, ഇതാണ് നമ്പർ ചോദിച്ച ആൾക്കാരോട് പറയാനുള്ളത്. 9567800617 ഇതാണ് നമ്പർ. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് ഒരു കാര്യം സംസാരിച്ചു, ട്രഷറിനെ കുറിച്ചിട്ടല്ല, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പ്രോബ്ലം സാറിൻ്റെ കൂടി പറയുന്നു. ഓക്കെ, നിങ്ങൾ കാര്യം ചെയ്യൂ, ഞാനിതൊന്ന് റെക്കോർഡിംഗ് ഓഫ് ആക്കട്ടെ, കാരണം എല്ലാവരും കേൾക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അഡ്മിനുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും കേൾക്കുക, നിങ്ങളെ ഇഷ്യൂസ് പറയാണ്ടിരിക്കുന്നതല്ലേ നന്നാവുക. സാറേ റെക്കോർഡ് കഴിഞ്ഞിട്ട് സാറിൻ്റെ കൂടി ഒന്ന് സംസാരിച്ചു. One second. കാരണം ഇത് ഒരുപക്ഷെ പുറത്തു പോകുമ്പോൾ എല്ലാവരും കേൾക്കും, കാരണം എല്ലാവരും കേൾക്കാതിരിക്കാനായിരിക്കും നന്നാവുക. ഏതായാലും മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ഏത് ഇഷ്യൂസ് പറയുന്ന ആൾക്കാരാണെങ്കിലും ശരി, അവർ നിയമം അറിഞ്ഞോ അറിയാതെയോ ലംഘിച്ചവരാണ്, അവർക്കറിയില്ല. ഇപ്പോ എന്നോട് പലരും പറയും, സാറേ ഞാൻ സാറിന്റെ ഇത് അറ്റൻഡ് ചെയ്തിട്ട് വേണം മരിക്കണോ മരിക്കണ്ടേ തീരുമാനിക്കാൻ എന്ന് പോലും പറഞ്ഞ ആൾക്കാർ ഇപ്പം വളരെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക്